നമസ്കാരം. പ്രത്യേക ചർച്ചയിലേക്ക് സ്വാഗതം. അനധികൃത കുടിയേറ്റക്കാരെയും വഹിച്ചുള്ള മൂന്നാം വിമാനവും ഇന്ത്യയിലെത്തി മണിക്കൂറുകൾ മാത്രം. ഇനിയും വിമാനങ്ങൾ പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. പലവിധ സാഹചര്യങ്ങൾ കൊണ്ട് മെച്ചപ്പെട്ട ജീവിതം സ്വപ്നം കണ്ട അമേരിക്കയ്ക്ക് പോയ ഇന്ത്യക്കാർ അവരെ ഒരു രാജ്യം അനധികൃത കുടിയേറ്റക്കാരെന്ന് കാണുന്നത് ന്യായം. പക്ഷേ സുഹൃത്ത് രാജ്യമെന്ന് കണ്ടിരിക്കുന്നിടത്ത് പൗരന്മാരോട് കാണിക്കുന്ന നീതിയാണോ അമേരിക്ക കാട്ടുന്നത്? കൊടും കുറ്റവാളികൾ എന്ന പോലെ കയ്യിലും കാലിലും ചങ്ങലയിട്ട് ബന്ധിച്ച് മണിക്കൂറുകൾ വിമാനത്തിലെത്തുന്ന രീതി ന്യായമാണോ? ഭായ് ഭായ് എന്ന് വിശേഷിപ്പിക്കുന്ന മോദിയുടെ രാജ്യത്തോട് ട്രംപ് കാട്ടുന്നത് അനീതിയല്ലേ? ബ്രസീലും മെക്സിക്കോയും പ്രതിഷേധം അറിയിച്ചപ്പോൾ മെരുങ്ങിയ ട്രംപ് ഇന്ത്യയോട് വഴങ്ങാത്തത് എന്തുകൊണ്ട്? ഇന്ത്യയുടെ പ്രതികരണം ദുർബലമായതുകൊണ്ടോ? മോദി ട്രംപ് ഭായ് ഭായ് ബന്ധം കൂടിക്കാഴ്ചകളിൽ മാത്രമോ? നമ്മൾ സംവിധാനം ഒരുക്കിയാൽ ഇതിൽ മാറ്റമുണ്ടാകുമോ? 1 ലക്ഷത്തിലധികം ഇന്ത്യക്കാർ തിരികെ വരേണ്ടി വരും. രണ്ടാം വട്ടവും കുടിയേറ്റക്കാരെ ഇത്തരത്തിൽ 2-3 വട്ടവും കുടിയേറ്റക്കാരെ ഇത്തരത്തിൽ നാടുകടത്തി വിലങ്ങഴിച്ച് നാടുകടത്തുന്ന സംഭവത്തെ എങ്ങനെ കാണണം? വിലങ്ങഴിയുമോ എന്നാണ് ഈ പ്രത്യേക ചർച്ച ചോദിക്കുന്നത്. ചർച്ചയിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട അതിഥികൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജി വി ഹരി കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി ഈ ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. ശ്രീ ഷാബു പ്രസാദും നമ്മോടൊപ്പം ഈ ചർച്ചയുടെ ഭാഗമായി ചേരുന്നുണ്ട്. ഒപ്പം ശ്രീ ജോസഫ് ആൻ്റണി, വിദേശകാര്യ വിദഗ്ധൻ. ഒപ്പം ശ്രീ ഷൈബു മഠത്തിൽ, ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി. കാരണം അവിടെ പഞ്ചാബിലേക്കാണ് പ്രധാനപ്പെട്ട ഈ കുടിയേറ്റക്കാരെ കടത്തുന്നത്. അതിനെതിരെ ആം ആദ്മി പാർട്ടിയും രംഗത്ത് വന്ന പശ്ചാത്തലമുണ്ട്. ശ്രീ ജോസഫ് ആൻ്റണി, ഇവിടെ നമുക്കറിയാം അമേരിക്കയുമായുള്ള നമ്മുടെ ബന്ധം എന്നുള്ളത് വളരെ ഊഷ്മളമാണ് എന്ന് നമ്മൾ കരുതുന്നൊരു പശ്ചാത്തലമുണ്ട്. ഏറ്റവും ഒടുവിൽ മോദി ചെന്നപ്പോഴും അത്ര വലിയ സ്വീകരണം അവിടെ ലഭിക്കുകയും ഭായ് ഭായ് എന്ന് പരസ്പരം സംബോധന ചെയ്യുകയും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് മോദി പറയുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലമുണ്ട്. പക്ഷേ അതിനെയും ഇപ്പോൾ അമേരിക്ക അനധികൃത കുടിയേറ്റക്കാരുമായി ബന്ധപ്പെട്ട് അവർ സ്വീകരിക്കുന്ന നയത്തെയും തമ്മിൽ കൂട്ടിയോജിപ്പിക്കണോ? അങ്ങനെയാണല്ലോ ഇപ്പോൾ കോൺഗ്രസ് അടക്കം ഇന്ന് ദേശീയതലത്തിൽ വിമർശിച്ചത്. നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇന്ത്യ അമേരിക്ക ബന്ധത്തിൻ്റെ പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ. ഒന്ന്, ഇന്ത്യ ഒരു വലിയ സാമ്പത്തിക ശക്തിയായി മാറി എന്ന യാഥാർത്ഥ്യമാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പം നമുക്കറിയാം 5ാമത്തെ സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യ ഒരു വലിയ സാമ്പത്തിക ശക്തിയാകുമ്പോൾ ആ സാമ്പത്തിക ശക്തിയുമായി സഹകരിച്ചുകൊണ്ട് വ്യാപാരങ്ങളിലും വ്യവസായങ്ങളിലും വാണിജ്യങ്ങളിലും നമുക്ക് അങ്ങോട്ട് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാം. അവരുടെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇവിടെ വരും. അങ്ങനെയൊക്കെയുള്ള ലാഭം കൊയ്യാനുള്ള അവസരം 2 രാജ്യങ്ങൾക്കുമുണ്ട്, പ്രത്യേകിച്ച് അമേരിക്കയ്ക്കുണ്ട് എന്ന ഒരു സാമ്പത്തിക മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തമായ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ചൈനയാണ്. ഈ ചൈന എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയുടെ അതിർത്തി കിടക്കുന്ന രാജ്യമാണ്. ഇന്ത്യയും ചൈനയും തമ്മിൽ ശത്രുതയുണ്ട്. ചൈന അമേരിക്കയുടെ മേധാവിത്വത്തെ വെല്ലുവിളിക്കുന്ന രാജ്യമാണ്. എന്നാൽ അമേരിക്കയ്ക്ക് ചൈനയെ ഇപ്പോൾ ഒറ്റയ്ക്ക് നേരിടാൻ കഴിയില്ല. അതുകൊണ്ട് ചൈനയുടെ അതിർത്തിയിലുള്ള ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ, സൗത്ത് കൊറിയ പോലെയുള്ള രാജ്യങ്ങളുടെ പിന്തുണയോട് കൂടിയിട്ട് ചൈനയെ തടയുക എന്നുള്ളൊരു തന്ത്രപരമായ ഒരു ലക്ഷ്യത്തിൻ്റെ ഭാഗം കൂടിയിട്ടാണ് ഈ ഇന്ത്യ അമേരിക്ക ബന്ധം ഇത്രത്തോളം ഊഷ്മളമായത്. ആ ഊഷ്മളത എന്ന് പറയുന്ന പുറമേക്ക് മാത്രമേ ഉള്ളൂ. അടിസ്ഥാനപരമായി നമുക്ക് പലപ്പോഴും അത് അനുഭവപ്പെടുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ട്രംപ് വന്നതിന് ശേഷം നമ്മൾ കാണുന്നത്. ട്രംപിൻ്റെ വേറൊരു പ്രത്യേകത നമുക്കറിയാം. ഈ ബിൽ ക്ലിൻ്റൺ മുതലാണ് നമ്മൾ ഈ 2000 മുതലാണ് നമ്മുടെ ബന്ധങ്ങൾ നമ്മൾ ശക്തിപ്പെടുത്താൻ തുടങ്ങി. ബിൽ ക്ലിൻ്റൺ, ജോർജ് ഡബ്ല്യു ബുഷ്, ഒബാമ, അതിനുശേഷം ബൈഡൻ, ഇവരുടെയൊക്കെ കാലത്ത് നമ്മൾ തരക്കേടില്ലാത്ത തരത്തിൽ നമ്മുടെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തിയെങ്കിൽ ട്രംപ് വന്നതിന് ശേഷമാണ് നമുക്കറിയാം ട്രംപിനെ നമ്മൾ പറയുന്നത് ട്രാൻസാക്ഷനിസ്റ്റ് പ്രസിഡന്റ്, കച്ചവടക്കാരനായ പ്രസിഡന്റ്. കച്ചവടത്തിൽ എന്താണുള്ളത്? സാധാരണഗതിയിൽ ഈ കച്ചവടം ചെയ്യുന്ന ആളിന് ലാഭം ഉണ്ടാകണം, അത് മാത്രമേ ഉള്ളൂ. മറ്റുള്ള ആളിന് നഷ്ടമുണ്ടാകുന്നോ ഇല്ലയോ എന്നുള്ളത് കച്ചവടക്കാരനെ സംബന്ധിച്ച് വിഷയമല്ല. അപ്പോൾ അത്രമാത്രം ഒരു വളരെ ഒരു കണിശക്കാരനായിട്ടുള്ള ലാഭത്തിൽ മാത്രം താല്പര്യമുള്ള ഒരു പ്രസിഡന്റിൻ്റെ ഒരു വ്യക്തിയുടെ മനോഭാവമുള്ള ആളാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന പ്രസിഡന്റ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ പോലെയുള്ള ആൾ രണ്ടാമതും പ്രസിഡന്റ് ആകുമ്പോൾ രണ്ടാമത്തെ പ്രസിഡന്റ് പദവിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആദ്യത്തെ പ്രസിഡന്റ് പദവി അദ്ദേഹത്തിന് വാസ്തവത്തിൽ ശരിയായ തരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസിഡൻഷ്യൽ പവർ ഒന്നും ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. കാരണം വെച്ചാൽ അദ്ദേഹം അക്കാലത്ത് നിയമിച്ചിരുന്ന ആളുകൾ, അത് ഡിഫൻസ് സെക്രട്ടറി ആവട്ടെ, വിദേശകാര്യ സെക്രട്ടറി ആവട്ടെ, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസേഴ്സ് ആവട്ടെ, ഇവരെല്ലാം വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളായിരുന്നു. ഇദ്ദേഹം പല പ്രവർത്തനങ്ങളിലേക്കും ചാടി പുറപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവർ തടയുകയും നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സവിശേഷതയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ എല്ലാ പവറും ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ രണ്ടാമത് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം അപൂർവാധികം ശക്തിയോട് വിട്ട് ജനങ്ങളോട് പറഞ്ഞ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത്, നമ്മുടെ രാജ്യത്ത് അനധികൃത കുടിയേറ്റക്കാർ
കുടിയേറ്റക്കാർ ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെന്താണ് 1,10,00,000 അനധികൃത കുടിയേറ്റക്കാരുണ്ട്. ഇവരാണ് നമ്മുടെ ഈ സമ്പത്ത് കാർന്നു തിന്നുന്നവർ. ഇത് എന്താണ് ഇത് ടെർമേറ്റ്സിലാണ് ഈ നമ്മുടെ പിന്നെ ഇതെല്ലാം ചൂഷണം ചെയ്യുന്നവരാണ്. അവരെ ഞാൻ ഒഴിപ്പിക്കും, പൂർണ്ണമായും മാസ്സായിട്ടുള്ള ഡിപ്പോർട്ടേഷൻ നടത്തും. ഒന്നാമത്തെ കാര്യം. രണ്ടെന്ന് പറയുന്നത് അമേരിക്ക എന്ന് പറയുന്ന സമ്പദ് വ്യവസ്ഥയെ ഈ ചൈന ഉൾപ്പെടെ, ഇന്ത്യ ഉൾപ്പെടെ, യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ, മെക്സിക്കോയും കാനഡയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചൂഷണം ചെയ്യുകയാണ്. ചൂഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് വില കുറച്ച് കയറ്റി അയച്ചുകൊണ്ട്, എന്നാൽ അമേരിക്കയിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് വലിയ താരിഫുകൾ ചുമത്തിക്കൊണ്ട് നമ്മളെ ചൂഷണം ചെയ്ത് കൊഴുത്ത് തടിക്കുകയാണ് ഈ രാജ്യങ്ങൾ. അതുകൊണ്ട് അത് അവസാനിപ്പിക്കും. ഈ മറ്റ് രാജ്യങ്ങൾ കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങൾക്കെല്ലാം അവരെത്രത്തോളം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുങ്കം ഏർപ്പെടുത്തുന്നുവോ അത്രയും ചുങ്കം തന്നെ ഞാനും ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ രണ്ട് പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ വെച്ചുകൊണ്ടാണ് അദ്ദേഹം അധികാരത്തിൽ വന്നത്. ആ മുദ്രാവാക്യങ്ങൾ, അദ്ദേഹത്തിന്റെ നയങ്ങൾ ജനം അംഗീകരിച്ചുകൊണ്ടാണല്ലോ ട്രംപ് എന്ന ഭരണാധികാരി വീണ്ടും ഇവിടെ അധികാരത്തിൽ വരുന്നത്. പക്ഷേ എൻ്റെ ചോദ്യം സാർ, ഇവിടെ ഈ ഊഷ്മളമായ ബന്ധവും ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും അതിനെ ഇതുമായി കൂട്ടിക്കുഴയ്ക്കണോ? അവിടെ മോദിയുടെ പരാജയമെന്നും ഇന്ത്യയുടെ നയതന്ത്ര തലത്തിലുള്ള പരാജയമെന്നും വിശേഷിപ്പിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? കാരണം ട്രംപിനെ നേരത്തെ നമ്മുടെ ഒബാമയൊക്കെ ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇൻക്ലൂസീവായ ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു ഭരണാധികാരി ആയിരുന്നു, കുറച്ചുകൂടി കാര്യങ്ങൾ ഉൾക്കൊള്ളണമെന്നുള്ള ചിന്തയൊക്കെ ഉള്ള. പക്ഷെ അതിനപ്പുറത്ത് ഇത്ര കടുംപിടുത്തക്കാരനായ ട്രംപിനെ മെരുക്കാൻ ഇന്ത്യക്ക് ആകാത്തത് നമ്മുടെ പരാജയമെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുമോ? പരാജയമെന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന സംഭവം നോക്കൂ. ആദ്യം ഈ സംഭവം, അതായത് നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള നമ്മുടെ പൗരന്മാരാണ് അവർ. നമുക്ക് ഇവിടുത്തെ സാഹചര്യങ്ങൾ കൊണ്ടാണ് അവർ ആ രാജ്യത്തേക്ക് പോയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ നമ്മുടെ പൗരന്മാരെ കയ്യാമം വെച്ചും കാൽച്ചങ്ങലയ്ക്ക് ബന്ധിച്ചും 41 മണിക്കൂർ നേരം, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊരു ബസ്സിലിരുന്ന് യാത്ര ചെയ്താൽ പോലും 2 മണിക്കൂർ 3 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ നടുവ് പെരുക്കുകയും നടുവ് നിവർത്തണം എന്നൊക്കെ തോന്നുകയും ചെയ്യും. എന്നാൽ ഈ സൈനിക വിമാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൈനിക വിമാനത്തിൻ്റെ വശങ്ങളിൽ ഘടിപ്പിച്ച ബെഞ്ചുകളിലാണ് അവരിയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബെഞ്ചുകളിൽ ഈ കൈച്ചങ്ങലയും കാൽച്ചങ്ങലയും ഒക്കെ ഇട്ട് 41 മണിക്കൂർ നേരം അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പോകാൻ അനുവദിക്കാതെ, ഭക്ഷണം കഴിക്കാൻ പോലും ഈ വിലങ്ങൾ അഴിക്കാതെ ഈ 41 മണിക്കൂർ നേരം കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ആദ്യം ചെയ്ത എന്താണ്? ഇങ്ങനെ സംഭവം നടന്നിട്ടില്ല എന്ന് തമസ്കരിക്കാനാണ് ഇന്ത്യ ഗവൺമെൻറ് ശ്രമിച്ചത്. അത് പുറത്തു വന്നപ്പോൾ എന്താ ചെയ്തത്? ഈ 2009 1500 ചിലവൻ ആൾക്കാർ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കാനാണ് ശ്രമിച്ചത്. അവസാനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മുറിവിൽ മുളക് വിതറുന്നത് പോലെ അമേരിക്കൻ ഗവൺമെൻറ് നമ്മുടെ ഈ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ കാൽച്ചങ്ങലയും കൈവിലങ്ങും അണിയിച്ച വീഡിയോ പുറത്തുവിട്ടു അമേരിക്കൻ പൗരന്മാരെ കാണാൻ വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം അപമാനകരമായ തരത്തിൽ നമ്മളെ ആക്ഷേപിച്ച ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നു. നമ്മൾ വേണ്ട കാര്യം, അതിൻ്റെ അമേരിക്കയുടെ തൊട്ടടുത്തുള്ള ദക്ഷിണ അമേരിക്കൻ രാജ്യമായ കൊളംബിയ എന്ന് പറയുന്നത് അമേരിക്കൻ ജനസംഖ്യയുടെ 1/3 മാത്രമുള്ള വെറും ഉള്ളൊരു ജനസംഖ്യയുള്ള രാജ്യമാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന രാജ്യമാണ്. ആ രാജ്യം എന്താ ചെയ്തത്? അമേരിക്ക ഇത്തരം പൗരന്മാരെ ജനുവരി 26-ാം തീയതി അങ്ങോട്ടേക്ക് അയക്കുന്നു എന്ന് കാണുകയും അപ്പോൾ അനുവാദം കൊടുത്തു ആദ്യം അവർ. എന്നാൽ ഇവർ കാൽച്ചങ്ങലയും കൈവിലങ്ങും അണിഞ്ഞാണ് വരുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ അനുവാദം പിൻവലിച്ചു. ഇറങ്ങാൻ അനുവദിച്ചില്ലെന്ന് മാത്രമല്ല, അവർ പറഞ്ഞു ഞങ്ങളെ പൗരന്മാരെ ഇങ്ങനെ ഇറങ്ങാൻ ക്രിമിനലുകളെ, അതെങ്ങനെയാണ് പറഞ്ഞത്? ഗുസ്താവോ പെദ്രോ എന്ന് പറയുന്ന പ്രസിഡന്റ് പറഞ്ഞത്, ഞങ്ങളുടെ പൗരന്മാരെ ഇങ്ങനെ ക്രിമിനലുകളെ പോലെ കൊണ്ടുവരാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല, ഞങ്ങൾ അനുവാദം നിഷേധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം വിമാനം അയച്ചു. അദ്ദേഹം കൊളംബിയ 2 വിമാനങ്ങൾ അയച്ച് ഈ ആളുകളെ അവരുടെ നാട്ടിൽ അന്തസ്സായിട്ട് കൊണ്ടുവരികയും അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നു. ഷാഹു പ്രസാദ്, അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നു. കാരണം ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ മോദി പറഞ്ഞത് കുടിയേറ്റ നയം, അമേരിക്കയുടെ കുടിയേറ്റ നയത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. ഒപ്പം ഈ കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും പിന്തുണ പറയുകയാണ്. അതേ നിലപാടാണ് ഇന്ത്യക്കും എന്ന് വളരെ വ്യക്തമായി തന്നെ മോദി വ്യക്തമാക്കുകയുണ്ടായി. അങ്ങനെ പറഞ്ഞ മറ്റു രാജ്യങ്ങളെക്കാൾ നമുക്ക് സൗഹൃദമുണ്ടെന്ന് ട്രംപിൻ്റെ ആദ്യ ഭരണകാലത്തും പിന്നെ ഇപ്പോഴത്തെ ഭരണകാലത്തുമൊക്കെ തുടർച്ചയായി പറയുന്ന, ഭായ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന, മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ട്രംപ് പലപ്പോഴും പറയുന്ന ആളുടെ രാജ്യത്തോടാണ്, ആൾ ഭരിക്കുന്ന രാജ്യത്തോടാണ്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെയാണ് ഇന്ത്യ എന്ന രാജ്യത്തെ ലോകരാജ്യങ്ങൾ അദ്ദേഹത്തിലൂടെയാണ് നോക്കിക്കാണുന്നത്. അദ്ദേഹത്തിൻ്റെ രാജ്യത്തോടാണ് ഇങ്ങനെ അമേരിക്ക കാണിക്കുന്നത്. അപമാനകരമല്ലാതെ എന്തെന്ന് വിശേഷിപ്പിക്കണം ശ്രീ ഷാബു പ്രസാദ്? ഞാൻ എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി പറയാം. ഇടയ്ക്ക് ഇടപെടാതിരിക്കണമെന്നൊരു തന്നെയുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇത് രാജ്യത്തിന് വളരെ 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 അപമാനകരമാണ് എന്നുള്ള കാര്യത്തിൽ 100% ഞാൻ യോജിക്കുകയാണ്. 100%. അതെങ്ങനെയാണ് അപമാനമാകുന്നത് എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. വളരെ സൗഹൃദമുള്ള ഒരു രാജ്യത്തേക്ക്
നല്ല 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 രീതിയിൽ ബന്ധങ്ങളുള്ള ഒരു രാജ്യത്തേക്ക് കഴിയുന്നത്ര എല്ലാ നിയമവിരുദ്ധ മാർഗങ്ങളിൽ കൂടെയും കോടിക്കണക്കിന് രൂപ മുടക്കി, ചിലർക്ക് 1 കോടി രൂപയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, പല രാജ്യങ്ങളിലൂടെ നുഴഞ്ഞു കയറി അവിടെ ചെന്ന് ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്തിരിക്കുന്ന വലിയ കുറ്റം തന്നെയാണ്. അങ്ങനെ ചെയ്ത ആ പ്രവൃത്തിയാണ് ഈ ലോകത്തിൻ്റെ മുമ്പിൽ നമുക്ക് നാണക്കേടുണ്ടാക്കി. എന്തിനാണ്? ഒരു കാര്യം പറഞ്ഞില്ല, ഇവിടെ താങ്കളുടെ ഇൻട്രോയിൽ പറഞ്ഞു, പലവിധ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പോകാൻ വിധിക്കപ്പെട്ടവരാണോ, ഇവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവരാണ്. ഇല്ല, അങ്ങനെ പറഞ്ഞില്ല കേട്ടോ. ഞാൻ ജീവിക്കാൻ താങ്കൾ പറഞ്ഞില്ല. പലവിധ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടെന്ന്. അതിന്റെ അർത്ഥം എന്താ? പോകാൻ നിവർത്തി വേറെ ഇവിടെ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ ആ സാഹചര്യം അതാണല്ലോ. അല്ല, മെച്ചപ്പെട്ട ജീവിത സൗകര്യം തേടി, കുട്ടികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം തേടി, ഇപ്പോഴത്തെ നിലയിൽ നിന്ന് കുറച്ചുകൂടി ഉയർന്ന ജീവിത നിലവാരം തേടിയൊക്കെ പോയവരാകാം. അപ്പൊ ഞാൻ ചോദിക്കുന്നതല്ല, ഞാനും നിങ്ങളും ഒക്കെ ഇവിടെ ഇങ്ങനെ പുഴുക്കളെ പോലെ ജീവിക്കുന്നവരാണോ? ഇവിടുത്തെ ഈ വൃത്തികെട്ട മോശമായ ജീവിത സാഹചര്യങ്ങളിൽ കഷ്ടപ്പെട്ട് ഇങ്ങനെ രക്ഷപ്പെടാൻ നിവർത്തിയില്ലാതെ ഇങ്ങനെ ജീവിക്കുന്നവരാണോ ഞാനും നിങ്ങളും ഒക്കെ? ഒന്നുമല്ലല്ലോ. 50 ലക്ഷം, 45 ലക്ഷം, 60 ലക്ഷം, 1 കോടി ഒക്കെ മുടക്കിയാണ് ഈ പോയിരിക്കുന്നത് കണ്ടവന് കൊടുത്തിട്ട്. ഈ 1 കോടി രൂപ കൊണ്ട് ഇവിടുത്തെ നാഷണലൈസ്ഡ് ബാങ്കിൽ ഇട്ടാൽ കിട്ടും മാസം 50,000 രൂപ പലിശ. ഒരു മനുഷ്യൻ ജീവിക്കാൻ എത്ര വേണം? കിടപ്പാടമൊക്കെ വിറ്റിട്ട്, കൃഷിഭൂമിയൊക്കെ വിറ്റിട്ട് ഇങ്ങനെ പോയിരിക്കുകയാണ്. അതും ഇവർക്കറിയാം തങ്ങൾ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്, തങ്ങൾ ചെയ്യുന്നത് കുറ്റകൃത്യമാണ്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഒരു കുറ്റകൃത്യം, ഒരു നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കാനും തയ്യാറാവണം. ഇനി മറ്റൊരു കാര്യം, ഇവർ അമേരിക്കയിൽ കടന്നുകൂടി. എനിക്ക് അമേരിക്കയിൽ സുഹൃത്തുക്കളുണ്ട്, അവരോട് പറഞ്ഞ പ്രകാരം ഞാൻ പറയുന്നത്, ഈ അമേരിക്കയിൽ ഒരു വിധത്തിൽ അവർ നുഴഞ്ഞു കയറി. അവർക്ക് അവിടെ ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പറ്റില്ല, മര്യാദയ്ക്ക് ഒരു ഓർഗനൈസ്ഡ് സെക്ടറിൽ ഒരു ജോലി ചെയ്യാൻ പറ്റില്ല. എന്തിന്? ഒരു അസുഖം വന്നാൽ ഒരു ഹോസ്പിറ്റലിൽ പോയി മര്യാദയ്ക്ക് ചികിത്സിക്കാൻ പോലും പറ്റില്ല. അവർ അവിടെ ഇങ്ങനെ ഒളിച്ചും പതുങ്ങിയും ഈ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് വളരെ ചെറിയ തുച്ഛമായ വരുമാനത്തിൽ ഒരു വിധത്തിൽ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. അങ്ങനെ അമേരിക്കയിൽ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം $100-150 മിനിമം വേണം അവർക്ക് ഒരു ദിവസം മുമ്പോട്ട് പോകണമെങ്കിൽ. അങ്ങനെയുള്ളിടത്ത് വളരെ ചെറിയ വരുമാനത്തിൽ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ കുറ്റകൃത്യങ്ങളുടെ ഭാഗമാകും. അവർ കള്ളക്കടത്ത് നടത്താൻ നിർബന്ധിതരാകും, ഡ്രഗ് പെഡ്ലേഴ്സായി മാറും, കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടേണ്ടി വരും, ജീവിക്കണ്ടേ? അങ്ങനെ ഓരോ കാര്യങ്ങളിൽ പെട്ട് പോലീസ് പിടിയിലാകുമ്പോഴാണ് ഇവർ അനധികൃത കുടിയേറ്റക്കാരാണ് എന്ന് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ട് അവരും അവരുടെ കുടുംബത്തിനെ എല്ലാം പോലീസ് പോകും, അവിടെ അധികൃതർ പൊക്കി ഏതെങ്കിലും ഡിറ്റൻഷൻ ക്യാമ്പിൽ കൊണ്ടിടും. അതായത് മിക്കവാറും എല്ലാവരും, അല്ലാതെ വെറുതെ നടക്കുന്ന പോലീസ് വരുന്നവരോടും പോകുന്നവരോടും മുഴുവൻ നീ അനധികൃത കുടിയേറ്റക്കാരെ അന്വേഷിച്ച് നടക്കല്ല, അവിടെ ചെന്ന് ചാടുന്നവരാണ്, അവരുടെ വലയിൽ ചെന്ന് വീഴുന്നവരാണ്. അങ്ങനെ കുറ്റകൃത്യങ്ങളുടെ ഭാഗമായി അവിടെ പെടുന്നവരെ, അവരെ അറസ്റ്റ് ചെയ്യപ്പെടുന്നവരെ അവർ തിരിച്ചയക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു കുറ്റവാളികളോട് എന്ന പോലെ തന്നെ ചെയ്യുള്ളൂ. അതുമല്ല, ഇവരെ ഫ്ലൈറ്റിലാണ് കൊണ്ടുവരുന്നത്, സൈനിക വിമാനത്തിലാണ് കൊണ്ടുവരുന്നത്. ഈ സൈനിക വിമാനത്തിൽ കൊണ്ടുവരുമ്പോൾ, പ്രത്യേകിച്ച് ഈ പലർക്കും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടും കൂടെ ഉള്ളപ്പോൾ, അവർ അതിൻ്റെ സുരക്ഷിതത്വം ഒരു നോക്കണ്ട. ഇവരെ അടുത്തിരിക്കുന്നവനെ ആക്രമിച്ചാൽ എന്ത് ചെയ്യും? അതിൻ്റെ അകത്ത് സുരക്ഷാ സൈനികരുണ്ട്, അവരുടെ ഈ തോക്കും ആയുധങ്ങളും ഉണ്ട്. അത് മേടിച്ചാൽ എന്ത് ചെയ്യും? പിടിച്ചു മേടിച്ച് അതിൻ്റെ അകത്തൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയാൽ എന്ത് ചെയ്യും? അവരങ്ങനെയൊക്കെയാണ് കണക്കാക്കുന്നത്. അങ്ങനെ വരുന്നവരാണ് ഇവരൊക്കെ. അല്ലാതെ ഇവരെ പല വിധത്തിൽ പോലീസിന്റെ കൈ പെടുമ്പോഴാണ്, പല കുറ്റകൃത്യങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് പോലീസിന്റെ കൈ പെടുമ്പോഴാണ് ഇവരെ പിടിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരുടെ ഫാമിലിയെയും പിടിക്കും. ഇതിന്റെ അകത്ത് പുരുഷന്മാരെ മാത്രമേ ഈ ഹാൻഡ് കഫ് ഒക്കെ ഇടിച്ചിട്ടുള്ളൂ എന്നാണ് അറിയുന്നത്, സ്ത്രീകളെയും കുട്ടികളെയും ഒന്നും ചെയ്യിച്ചിട്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ ചോദിച്ച കാര്യം, എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ വിമാനം അയച്ചുകൂടാ? എന്തിന്? എന്റെയും നിങ്ങളുടെയും ഒക്കെ നികുതിപ്പണം എടുത്തുകൊണ്ട് ഈ കോടിക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് വേണോ ഈ രാജ്യത്തിന് നാണക്കേടുണ്ടാക്കി ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ? അതേസമയം ഉക്രൈനിൽ കുടുങ്ങിപ്പോയ സ്റ്റുഡൻസിനെ നമ്മൾ തിരികെ കൊണ്ടുവന്നു, ഇറാഖിൽ കുടുങ്ങിയ നേഴ്സുമാരെ നമ്മൾ തിരികെ കൊണ്ടുവന്നു. ഈ 1 കോടിയും 50 ലക്ഷവും ഒക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് നേരെ ചൊവ്വയുള്ള മാർഗത്തിൽ കൂടെ പൊയ്ക്കൂടെ? ആര് പറഞ്ഞു നേരെ ചൊവ്വേ? അതിന് സിസ്റ്റം ഉണ്ടല്ലോ. ആ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മാർഗങ്ങൾ ഇവിടെ കിടക്കുമ്പോൾ അതിനൊന്നും മെനക്കെടാതെ
ഈ അനധികൃതമായ മാർഗങ്ങളിൽ കൂടെ 3-4 രാജ്യങ്ങളിൽ കൂടെ നടന്ന് പല വിധത്തിൽ എന്നിട്ട് ഇതിൻ്റെ അകത്ത് വരുന്നതാണ് ജീവൻ പണയം വെച്ചുള്ള യാത്രയായിരുന്നു. അതായത് ഈ അമേരിക്കയിൽ ഇങ്ങോട്ടുള്ള യാത്രയല്ല കേട്ടോ, ഇവിടുന്ന് അങ്ങോട്ട് പോയ യാത്രയുടെ കാര്യമായി പറയുന്നത്. ആര് പറഞ്ഞു ഇവരോട് ഈ ജീവൻ എടുത്ത് പണയം വെക്കാൻ? ഈ ലക്ഷക്കണക്കിന് ലക്ഷങ്ങളും കോടികളും ഒക്കെ വലിച്ചെറിയുമ്പോൾ ഈ നാട്ടിൽ അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിച്ചൂടെ ഇവർക്ക്? എത്ര വേണം? ചെയ്യാമല്ലോ. പിന്നെ ഇവിടെ കൊളംബിയയും മെക്സിക്കോയും ഒക്കെ അവരുടെ ആൾക്കാരെ സ്വീകരിച്ച കാര്യം ഒരു കാര്യം മനസ്സിലാക്കുക. കൊളംബിയ, മെക്സിക്കോ, അങ്ങനെ ഈ ലാറ്റിൻ അമേരിക്കയുടെ മുകളിൽ കിടക്കുന്ന ഒട്ടുമിക്ക രാജ്യങ്ങളും എങ്ങനെയാണ് അവർ ജീവിക്കുന്നത് തന്നെ പലപ്പോഴും ഈ മയക്കുമരുന്ന് ആ രാജ്യത്തിൻ്റെ ഭരണം തന്നെ നിയന്ത്രിക്കുന്നത് മയക്കുമരുന്ന് മാഫിയയാണ്. ഈ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഈ മയക്കുമരുന്ന് കച്ചവടം ആ രാജ്യത്തിൻ്റെ അനധികൃതമായിട്ടാണെങ്കിലും ഒരു മുഖ്യ വരുമാനമാണ്. ഈ എത്യോപ്യയൊക്കെ ശരി, ആ തീരത്തൂടൊക്കെ വരുന്ന കപ്പലുകൾ ഇവർ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞില്ലേ, അത് സർക്കാരിന്റെ സപ്പോർട്ടോടു കൂടിയാണ്. ഇപ്പൊ ഇവിടെ കുറ്റവാളികളൊക്കെ കൊലപാതകത്തിനും ഒക്കെ കുറ്റവാളികൾ ജയിലിൽ കിടക്കുമ്പോൾ അവർ ഇറങ്ങി വരുമ്പോ വലിയ മാലയിട്ട് സ്വീകരിക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെയാണ് ഇവരെയൊക്കെ തിരിച്ചങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അവരെ സംബന്ധിച്ചോളം അവരെ ആ രാജ്യത്തിന്റെ അസറ്റാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവർ രാജ്യത്തിനെ നാണം കെടുത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ കയറ്റിവിട്ട ഇവിടെ കൊണ്ടുപോയി ഇവിടെ ഞങ്ങൾ നോക്കിക്കോളാം, എന്ത് ചെയ്യാനാ, ഇവിടെ ജനിച്ചു പോയില്ലേ, ഞങ്ങൾക്ക് സഹിച്ചല്ലേ പറ്റൂ എന്നുള്ള ആ നിലപാടാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. വളരെ കൃത്യമായി തന്നെ മറുപടി സഹപാനലിസ്റ്റിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ജി വി ഹരി, ഇവിടെ ഇന്നിപ്പോൾ മനീഷ് തിവാരിയുടെ ഒരു ട്വീറ്റാണ്. അത് ഈ പ്രാചീന കാലത്തെ ഗാലി അടിമകളെ പോലെ കൈകാലുകൾ ബന്ധിക്കുന്നെങ്കിൽ അതിൽ കൂടുതൽ നാണക്കേട് എന്ത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. കോൺഗ്രസിൻ്റെ ഏറ്റവും ഒടുവിൽ വന്ന പ്രതികരണങ്ങളിൽ ഒന്ന് അതാണ്. അവിടെ നമുക്കറിയാം അമേരിക്കയുടെ നയം അറിയാം, ട്രംപ് ആരാണെന്നറിയാം, പഴയ പ്രസിഡന്റുമാരെ പോലെയുള്ള അദ്ദേഹത്തെ മയപ്പെടുത്തുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അദ്ദേഹം നേരത്തെ സാറ് പറഞ്ഞതുപോലെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് നൽകിയ വാഗ്ദാനങ്ങളുണ്ട്. അപ്പോൾ അതിനെ ആ തരത്തിൽ കൈകാര്യം ചെയ്താൽ മാത്രമേ ആ ജനതയോട് പറഞ്ഞ വാക്ക് പാലിക്കുകയും വിശ്വാസം ആർജിച്ച് മുന്നോട്ട് പോകാനും ആ ഭരണാധികാരിക്ക് സാധിക്കൂ. ആ നിലപാടിനെ മാറ്റുന്നതിൽ ഇന്ത്യക്ക് പരിമിതിയുണ്ട്, അത് വളരെ വ്യക്തമാണ്. മറ്റു പല കാര്യങ്ങളിലും ആശയപരമായി പറഞ്ഞതുപോലെ പല കാര്യങ്ങളിലും യോജിപ്പുണ്ടാകുമ്പോഴും ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ നയമെടുത്തതിനെ ഒരുപക്ഷെ അതുകൊണ്ടാകാം കേന്ദ്ര സർക്കാർ അത്ര ഗൗരവമായി കാണാതിരുന്നത്. രഞ്ജിത്ത്, എനിക്ക് കുറച്ച് സമയം തരണം. ഞാനിങ്ങനെ ഷാവു പ്രസാദ് പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ജോസഫ് സാറ് പറയുന്നതും കേട്ടു. ആധുനിക രാഷ്ട്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകളിൽ ഒരു 4-5 ഏറ്റവും പ്രധാനപ്പെട്ടത് ജനസംഖ്യയാണ്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാനം അവരുടെ റിസോഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ജനസംഖ്യയാണ്. 2 നാണക്കേടുകളാണ്. നാണക്കേടിനെ കുറിച്ച് ഷാവു പ്രസാദിൻ്റെ പ്രശ്നമല്ല ഞാൻ പറയുന്നത്, അദ്ദേഹം പറയുന്നത് അവരാണ് നമുക്ക് നാണക്കേട് എന്നുള്ള ലൈനാണ്. അത് BJP ഒരു സ്വാഭാവികമായ ലൈനാണ്. ഈ രാജ്യത്തെ ജനങ്ങളൊക്കെ നാണക്കേടാണെന്നുള്ള ലൈനാണ് അവർ സ്വീകരിച്ചു വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ എന്തുകൊണ്ട് അമേരിക്ക പോലുള്ള, നമ്മൾ 5ാം സ്ഥാനത്താണെന്ന് അവിടെ ജോസഫ് സാർ പറഞ്ഞു, 198 രാജ്യങ്ങളിൽ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി നമ്മൾ നിൽക്കുമ്പോൾ ഇപ്പോഴും ആളുകൾ നമ്മുടെ ഇവിടെ നിന്ന് ഒരു ബ്രെയിൻ ഡ്രെയിൻ എന്നതിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ബ്രെയിൻ ഡ്രെയിൻ വളരെ ശക്തമായി നടക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇല്ലീഗലായിട്ടുള്ള കാര്യമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അല്ലാതെയും ലീഗലായി തന്നെ പല മിടുക്കന്മാരും ഇവിടെ നിന്ന് പോകുന്നുണ്ട്. കാരണം രാജ്യത്തിൻ്റെ പല ഘടകങ്ങൾ, സാമ്പത്തികം മാത്രമല്ലല്ലോ ഒരു രാജ്യത്ത് ജീവിക്കാൻ, സാമൂഹ്യം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം നിലവിൽ രാജ്യത്തിൻ്റെ സാമൂഹ്യ അവസ്ഥ അല്ലെങ്കിൽ വ്യവസ്ഥകൾ അത്ര ശുഭകരമല്ല എന്നൊരു തോന്നൽ പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാർക്കിടയിൽ വ്യാപകമായി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഗവേഷണം നടത്തിയിട്ടുള്ളത് യൂത്ത് എംപവർമെൻറ്റിലാണ്. അപ്പോൾ എൻ്റെ വിഷയം യുവജന ശാക്തീകരണമാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ആ യുവജന ശാക്തീകരണത്തിൽ ഞാൻ സംസാരിച്ചിട്ടുള്ള യുവജനങ്ങൾ പലപ്പോഴും പറഞ്ഞത് ഇന്ത്യയിൽ നിൽക്കുന്നതിനേക്കാൾ നല്ലത്, അതിപ്പോൾ അമേരിക്ക തന്നെ ഒന്നുമല്ല, വേറെയും ഒരുപാട്, നമുക്കറിയാവുന്ന പോലെ കേരളം ഏറ്റവും വലിയ എക്സാമ്പിൾ. നമ്മുടെ ആളുകൾ നല്ലൊരു ശതമാനവും നമുക്കറിയാവുന്ന പോലെ അറേബ്യൻ രാജ്യങ്ങളിലാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അവർക്ക് കൂടുതൽ അവസരങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മുടെ മുമ്പിലുണ്ട്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചെറുപ്പക്കാർ നമ്മളെ വിട്ടുപോകുന്നത് നമുക്ക് നാണക്കേടാണ്. രണ്ടാമത്, ഈ ഇല്ലീഗൽ മൈഗ്രൻസ് എന്ന് പറയുന്നത് രാജ്യത്ത് ഈ ലോകത്ത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. ലോകം ഉണ്ടായ കാലം മുതൽ ഇല്ലീഗലായിട്ടുള്ള മൈഗ്രൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇല്ലീഗൽ മൈഗ്രൻസ് എന്ന് പറയുന്ന ഒരു കുറ്റവാളികളല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ഈ 3 വിമാനങ്ങൾ വരുമ്പോഴും നമ്മൾ കാണുന്നത് നേരത്തെ ഇവിടെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ കൈയിലും കാലിലുമൊക്കെ വിലങ്ങിട്ട് ചങ്ങലയിട്ട്, നേരത്തെ ഇവിടെ സാറ് സൂചിപ്പിച്ചതുപോലെ 43 മണിക്കൂർ 42 മണിക്കൂറുകൾ ഒരു പ്രത്യേകിച്ച് നമുക്കറിയാം ഇങ്ങനെയുള്ള വിമാനങ്ങൾ കടന്നു വരുന്ന ആളുകളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറ്റവാളികളെ പോലും ഇത്തരത്തിൽ കൊണ്ടുപോകുന്നൊരു സാധ്യത ഇപ്പോഴില്ല.
അതൊക്കെ തന്നെ നമുക്ക് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം അറിയണമെന്നുണ്ടെങ്കിൽ രഞ്ജിത്ത് നമ്മുടെ തിരുവനന്തപുരത്ത് പൂജപ്പുര ജയിലിൽ ചെന്നാൽ മതി. നല്ല മെനുവാണ്, ഗംഭീരം മെനുവാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ പോലും ഈ സാഹചര്യം ഇല്ലാത്തപ്പോഴാണ് അമേരിക്കയുടെ നിയമങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലേക്ക് വരുന്നത്. ഞാൻ പറയുന്നത് ഒരു ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ എന്നെക്കാളും ഈ കാര്യങ്ങൾ ജോസഫ് സാറിന് അറിയാമായിരിക്കാം, അതൊരു ഇൻ്റർനാഷണൽ കൺവെൻഷൻസ് ഉണ്ട് ഈ കാര്യത്തിൽ, അല്ലെങ്കിൽ ആഗോളതലത്തിലുള്ള നിയമങ്ങൾ ഈ കാര്യത്തിലുണ്ട്. ആഗോളതലത്തിലുള്ള നിയമങ്ങളൊന്നും തന്നെ ഇതിനകത്ത് ബാധകമാക്കാൻ രാജ്യത്തിൻ്റെ സർക്കാരിന് അതാണ് സാർ എക്സാമ്പിൾ പറഞ്ഞത്, ബെസ്റ്റ് എക്സാമ്പിളാണ്. കംബോഡിയയുടെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് അദ്ദേഹം പറഞ്ഞത്. സാർ അങ്ങനെ ഒരു ചെറിയ രാജ്യത്തിന് പോലും ഇവിടെ ഇറക്കിയാൽ നിന്നെയൊക്കെ വെടിവെച്ച് താഴെ ഇടും എന്നൊരു ലൈൻ എടുക്കാൻ, അല്ലെങ്കിൽ അതിനനുസരിച്ച് ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തിരിച്ചവരെ കൊണ്ടുപോയല്ലോ. അപ്പോൾ അത് പറയാൻ നട്ടല്ലില്ലാത്ത ഒരു സർക്കാർ ഇവിടെ ഭരിക്കുമ്പോൾ ഇതല്ല, ഇതിനപ്പുറവും ഇവിടെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. ഞാൻ ഇതിനകത്ത് യോജിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ശ്രീ ഡോക്ടർ മൻമോഹൻ സിംഗ്, ഇപ്പോൾ ഇവരൊക്കെ ഷാവു പ്രസാദ് അടക്കമുള്ള ആളുകളൊക്കെ പറയാറുണ്ട് മൗനി ബാബ എന്നൊക്കെ പറയുന്നുണ്ട്. BJP-കാരാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പോഴുള്ള വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ജയശങ്കർ അടക്കമുള്ള ആളുകൾ അന്ന് ഇതിൻ്റെ ഭാഗമായി, അതായത് ഉദ്യോഗസ്ഥന്മാരും, അന്ന് നമുക്കറിയാവുന്ന പോലെ ഒരു ഡിപ്ലോമാറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കേസുണ്ടായി, അവരെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി. അവരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നും അവരെ അവിടെ കൊണ്ടുപോയി വളരെ സുരക്ഷിതമായി അവിടെ നിന്ന് അമേരിക്കയും തിരിച്ചിവിടെ കൊണ്ടുവന്നത് ഈ ജയശങ്കർ അടക്കമുള്ള ആളുകൾ. അതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലെറ്റ് മീ കംപ്ലീറ്റ് അറേഞ്ച്. എനിക്കത് നല്ല ബോധ്യമുണ്ടല്ലോ, ഞാൻ അതുകൊണ്ടാണല്ലോ പറഞ്ഞത്. ഇതിനകത്ത് യോജിക്കുമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞോളൂ. പക്ഷേ എന്നാലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അന്ന് ഇതിന് നേതൃത്വം കൊടുത്ത അതേ ജയശങ്കർ ഇന്ന് എന്താണ്, അന്ന് ഉദ്യോഗസ്ഥനാണെങ്കിൽ അന്ന് അദ്ദേഹം ഇന്നിപ്പം മന്ത്രിയാണ്. അതായത് രാജ്യത്തെ ജനങ്ങൾ അദ്ദേഹത്തിന് എല്ലാ മാൻഡേറ്റും കൊടുത്തിട്ടുണ്ട്, അധികാരവും കൊടുത്തിട്ടുണ്ട്, പവറും കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് നടക്കുന്നില്ല? അതിൻ്റെ മുകളിലിരിക്കുന്ന ആൾ വ്യത്യാസമുണ്ട്. ഡോക്ടർ മൻമോഹൻ സിംഗ് അല്ല എൻ്റെ മുകളിൽ, ഇപ്പോൾ ഇരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. അപ്പോൾ ഈ വ്യത്യാസം സ്വാഭാവികമായി പ്രതിഫലിക്കും, രാജ്യത്തിൻ്റെ നയങ്ങളിൽ പ്രതിഫലിക്കും, രാജ്യത്തിൻ്റെ ഇടപെടലിൽ പ്രതിഫലിക്കും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് എന്താണ്? ഞങ്ങൾ പറഞ്ഞത് ഒരു കുറ്റവാളികളെ ആ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തൊരു ഇങ്ങനൊരു കാര്യമുണ്ടായാൽ എന്ത് ചെയ്യണം? അപ്പം നമുക്കറിയാം, ഇവിടെ കൊല്ലത്ത് ചെന്നാൽ, ഇവിടെ ഇത്തരത്തിൽ കേരളത്തിൽ നമുക്ക് ഇല്ലീഗലായിട്ടുള്ള മൈഗ്രൻസിനെ പിടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ള ഡിറ്റൻഷൻ ഹൗസസ് ഉണ്ട്, ഇല്ലേ? നമ്മളവിടെ നിർമ്മിച്ചിട്ടുണ്ട്, വളരെ വലിയ ഹൗസിന് വലിയ നിങ്ങളൊക്കെ വാർത്ത കൊടുത്തിട്ടുണ്ട്. അതുപോലുള്ള ഡിറ്റൻഷൻ ഹൗസിൽ അവരെ താമസിപ്പിക്കുക. ആ താമസിപ്പിച്ചതിന് ശേഷം അത് ആരാണോ പാരന്റ് കൺട്രി, ആ പാരന്റ് കൺട്രിയിൽ ഈ കാര്യങ്ങൾ അറിയിക്കുക. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് അവർ തമ്മിൽ ഒരു ഉഭയകക്ഷി ചർച്ച നടത്തുക. അത് കഴിഞ്ഞിട്ട് നമുക്കുള്ള അവിടെയാണ് നയതന്ത്ര പരാജയം എന്ന് ഞങ്ങൾ പറയാനുള്ള കാരണം. അപ്പോൾ ആ നയതന്ത്രം എന്താണ്? അപ്പോൾ അവർക്ക് ഇതൊന്നും വാലിഡിറ്റി ഇല്ല. ഷാവു പ്രസാദിൻ്റെ വാക്കുകളിൽ പോലും അത് നിഴലിക്കുന്നില്ലേ? അദ്ദേഹം പറഞ്ഞ യവന്മാരൊന്നും ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല എന്നാണ്. ഈ ലൈൻ സ്വീകരിച്ചുകൊണ്ടാണ് BJP സർക്കാർ കേന്ദ്രത്തിൽ തന്നെയാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് വലതുപക്ഷ നിരീക്ഷകൻ്റെ ആ വാക്കുകളിൽ അത് നിഴലിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ പുച്ഛം നിഴലിക്കുന്നത് കൊണ്ടാണ്. അപ്പം ഞങ്ങൾ കാണുന്നത് അങ്ങനെയല്ല. ഈ രാജ്യത്ത് ജനിച്ച് ഈ രാജ്യത്ത് നിന്ന് വളർന്ന് പഠിച്ച ആളുകളൊക്കെയാണ് അവർ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ രഞ്ജിത്തും ചോദിച്ചു, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയും ട്രംപാണ് അവിടുത്തെ പ്രസിഡന്റുമെങ്കിൽ മൻമോഹൻ സിംഗിന്റെ വാക്കുകൾ ട്രംപ് കേൾക്കുമെന്നാണ് 100%. അതിനെന്താ സംശയം? അതെങ്ങനെയറിയോ? ഈ ബായി ബന്ധത്തിലല്ല. ഇവിടെ ചേട്ടനും ബാബ അനിയൻ ബാബ എന്ന ലൈനിലാണല്ലോ അവർ പറയുന്നത്. ഞങ്ങളതല്ല പറയുന്നത്. ആസ് എ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ആസ് എ പ്രസിഡന്റ് ഓഫ് അമേരിക്ക, അതിനകത്ത് രാജ്യത്ത് നിലനിൽക്കുന്നതായിട്ടുള്ള ഒരുപാട് ഇന്റർനാഷണൽ കൺവെൻഷൻസ് ഉണ്ട്. അതുമാത്രമല്ല നിയമങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ലോകത്ത് കോടതികളുണ്ട്. ലോക കോടതി എന്ന് പറഞ്ഞ സാധനമുണ്ട്, മനസ്സിലായില്ലേ? അത് നമുക്കിവിടെ മാത്രമല്ല, സുപ്രീം കോടതി ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ലോകത്തിന് തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സംസാരിക്കാനും ചർച്ച ചെയ്യാനും ഒക്കെയുള്ള വലിയ ഇന്റർനാഷണൽ പോലീസ് തന്നെ ഉണ്ട്, അല്ലേ? ഇന്റർപോൾ എന്ന് പറയുന്ന സാധനം എന്താണ്? അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെ ലീഗലായി അതിനെ നീക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ നയതന്ത്രം അത്രയും ശക്തിപ്പെടണം. അതിനെന്താണ്? അതിന് ഇച്ഛാശക്തിയുള്ള നേതൃത്വം ഉണ്ടാവണം. ആ ഇച്ഛാശക്തിയാണ് ഞാൻ പറഞ്ഞ ഡോക്ടർ മൻമോഹൻ സിംഗ് ആണെങ്കിൽ കേൾക്കുമെന്ന് പറയുന്നത്. കാരണം അത് വർത്താനം പറയുന്നിടത്തല്ല, 56 ഇഞ്ച് തുറന്നു കാണിക്കുന്നിടത്തല്ല ഈ സാധനങ്ങളൊക്കെ പറയുന്നത്. ഇതൊക്കെ ആളുകളോടുള്ള നയതന്ത്രമാണ്, ഇടപെടലുകളാണ്, കൃത്യമായിട്ടുള്ള ഡിപ്ലോമസി എന്ന വാക്കാണ് അതിനകത്ത്. ശരി ശ്രീ ഷൈബു മാഡത്തിൽ, ഇവിടെ ഈ 56 ഇഞ്ചിന്റെ പ്രശ്നമാണോ, നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതിന്റെ പ്രശ്നമാണോ, അതിൽ ട്രംപിന്റെ നയങ്ങളാണോ, മൻമോഹൻ സിംഗ് ഇല്ലാത്തതാണോ? എന്താണ് ആം ആദ്മി പാർട്ടിയുടെ നിലപാട്? നോക്കൂ രഞ്ജിത്ത്, നേരത്തെ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞത് കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ പലതും വസ്തുതയല്ല എന്ന് എനിക്ക് തോന്നുന്നു. അതിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ കാര്യം, ഈ അമേരിക്കയിലേക്ക് ഇപ്പോൾ വന്നത് ഏതാണ്ട് 3 ഫ്ലൈറ്റുകളിലായിട്ട് 300-ലധികം പേരാണ് വന്നത്. അതിൽ ആദ്യത്തെ ഫ്ലൈറ്റിൽ വന്ന, അതായത് ഫെബ്രുവരി 5-ന് വന്ന ഒരാൾ ഹരിയാനയിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പത്രങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്ത് വന്നിരുന്നു. അതിൽ പറയുന്നത് ലീഗലായിട്ടുള്ള വർക്ക് വിസ നൽകാം, ലീഗൽ ഇമിഗ്രേഷൻ ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു കൺസൾട്ടന്റ് സ്ഥാപനം ഇവരെ സമീപിച്ചത്. അവർക്ക് ആദ്യം 20 ലക്ഷം കൊടുത്തു, എല്ലാം കൂടെ ആകെ 50 ലക്ഷം കൊടുത്തു എന്നാണ് പറയുന്നത്. അതിൽ ഇവർ ആദ്യം പോയത്
പിന്നെ ദുബായിലേക്കാണ്. ഇത് പല രീതിക്കാണ്. ഇതിൽ ഒരു കേസിൽ ആദ്യം പോയത് ദുബായിലേക്കാണ്. അവിടെ ഏതാണ്ട് 1 മാസം താമസിച്ചു. അതിനുശേഷം പിന്നെ നെഗോഷിയേറ്റ് ചെയ്തിട്ട് പിന്നെയാണ് ഒരു സൗത്ത് അമേരിക്കൻ രാജ്യത്തിലേക്ക് പോകുന്നത്. അതിനുശേഷം അവർ മെക്സിക്കോ വഴി അതിർത്തി കടന്നാണ് അമേരിക്കയിലെത്തുന്നതും അപ്പം തന്നെ പിടിക്കപ്പെടുകയും ചെയ്തു. അപ്പം ഇവരിൽ ബഹുഭൂരിപക്ഷം പേരെയും ഏജൻസികൾ പറ്റിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, പിന്നെ ഇമിഗ്രേഷൻ ഏജൻസികൾ. അപ്പോൾ അക്കാര്യത്തിൽ സർക്കാരുകൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഇവർ പലരും ധരിക്കുന്നത് ഇത് ലീഗലായിട്ടുള്ള പ്രോസസ്സാണ്. നമ്മളിവിടെയൊക്കെ നഴ്സുമാരെ വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ UK ഇമിഗ്രേഷൻ ഉണ്ട്, ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ ഉണ്ട്. അതുപോലുള്ള ഏജൻസികളാണ് വലിയ പണം വാങ്ങി വർക്ക് വിസ നൽകാം, പെർമനന്റ് റെസിഡൻസി അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് നൽകാം എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ അടുത്തുനിന്ന് വലിയ തോതിൽ പണം വാങ്ങി പറ്റിക്കുന്നത്. ഇവർ സ്വന്തം ഭൂമി, സ്വന്തമായി ഉള്ള ഏക്കർ കണക്കിന് ഭൂമിയൊക്കെ ഹരിയാനയിലൊക്കെ അത് വിറ്റിട്ടാണ് പണം സമ്പാദിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതൊന്നും സർക്കാർ അറിയുന്നില്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര സർക്കാരിനാണ് ഇമിഗ്രേഷൻ്റെ പൂർണ്ണമായ ചുമതല. പിന്നെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് കേന്ദ്ര സർക്കാരുകൾക്കാണ്. ഈ മൈഗ്രേറ്റ് ചെയ്തതിൽ വിമാനം വന്നിറങ്ങിയത് 3 വിമാനങ്ങളും പഞ്ചാബിലാണ് ഇറങ്ങിയതെങ്കിലും അവസാനം വന്ന വിമാനം ഫെബ്രുവരി 16 ഇന്നലെ വന്ന വിമാനം, അതിൽ 44 പേര് ഹരിയാനക്കാരാണ്, 33 പേര് ഗുജറാത്തികളാണ്, 31 പേര് പഞ്ചാബികളാണ്, പിന്നെ ഉത്തർപ്രദേശ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് ഇവിടെ നിന്നൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുണ്ട്. ഇവരെ എമിഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇമിഗ്രേഷൻ വകുപ്പിനാണ്, ഇവിടെ നിന്നുള്ള എമിഗ്രേഷൻ വകുപ്പിനാണ് അതിൻ്റെ കണക്കുകൾ ഉണ്ടാവേണ്ടത്. അപ്പോൾ ആ കണക്കുകൾ വെച്ച് സർക്കാർ ഇത് മോണിറ്റർ ചെയ്യും, കേന്ദ്ര സർക്കാർ മോണിറ്റർ ചെയ്യുകയും ഇത്തരത്തിൽ വ്യാജ ഏജൻസികൾ, എമിഗ്രേഷൻ ഏജൻസികളോട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ആളുകളെ പറ്റിക്കുന്നുണ്ടെങ്കിൽ അക്കാര്യത്തിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും അത് തടയുകയും വേണം. കാരണം ഇത് കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ മാത്രം നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, അതിൽ കേന്ദ്ര സർക്കാരിന് ഒരു ഉത്തരവാദിത്വമുണ്ട്, നിയമപരമായ ബാധ്യതയുണ്ട്. അതിൽ നിന്ന് സർക്കാരിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ കാര്യത്തിൽ നമുക്കറിയാം ട്രംപിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. നമുക്കറിയാം ട്രംപിനെതിരെ ആദ്യമുണ്ടായ വെടിവെപ്പ്, ആ വെടിവെപ്പിൽ ട്രംപിൻ്റെ ചെവി തുളച്ച വെടിവെപ്പ്, അതിൽ അദ്ദേഹം ഈ അമേരിക്കയിലേക്കുള്ള വ്യാജ എമിഗ്രേഷൻ്റെ ഒരു കണക്ക് അവതരിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വലതുവശത്തുള്ള ഒരു വലിയ സ്ക്രീനിൽ കണക്ക് അവതരിപ്പിക്കുക. അദ്ദേഹം ആ സ്ക്രീനിലേക്ക് തിരിഞ്ഞ സമയത്ത് അദ്ദേഹത്തിനെ വെടിയേൽക്കുന്നു. അതുകൊണ്ട് അത് ചെവി തുളയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ പ്രസംഗത്തിലൊക്കെ ട്രംപ് ആവർത്തിച്ച് പറഞ്ഞത് ഇമിഗ്രേഷൻ്റെ വലിയ തോതിലുള്ള കണക്കുകൾ പറഞ്ഞിട്ട് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ തടയും എന്നാണ് അദ്ദേഹം പ്രചരണം നടത്തിയത്. അത് അവിടുത്തെ ഒരു വലതുപക്ഷ പൊളിറ്റിക്സ് ആണ്. അദ്ദേഹം ചാർജ് എടുത്ത ഉടനെ എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കുകയാണ് വിവിധ രാജ്യങ്ങളിലേക്ക് ആളുകളെ നാടുകടത്തൽ. അതോടൊപ്പം തന്നെ അദ്ദേഹം ഓർഡർ ഇറക്കി ഗോണ്ടനാമോ ബേ തടവറയിലേക്ക് കുറേ ആളുകളെ മാറ്റാനും ഉത്തരവിറക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം തൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിച്ചു എന്ന് അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. അമേരിക്കയിലുള്ള ജനങ്ങളെ അറിയിക്കേണ്ടത് അദ്ദേഹത്തിന് ആവശ്യമാണ്. അതിന് നടത്തുന്ന ഒരു പബ്ലിസിറ്റി കൂടിയാണിത്. അപ്പോൾ ഇത് അവിടുത്തെ നിയമം നടപ്പാക്കൽ മാത്രമല്ല, കാരണം ഇത്തരത്തിലൊരു മാസ് ഡീപ്പോർട്ടേഷൻ ഈ അടുത്ത കാലത്തൊന്നും അമേരിക്കയിൽ നടന്നിട്ടില്ല. ഒരു രാജ്യവും അങ്ങനെ ചെയ്തിട്ടില്ല. ഇത് അമേരിക്കയിലെ ട്രംപ് കളിക്കുന്ന ഒരു രാഷ്ട്രീയമാണ്. ഞാനൊരു കാര്യം സ്പെസിഫിക് ആയിട്ട് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. 5-ാം തീയതി വന്ന ആദ്യത്തെ വിമാനം, ആ വിമാനം അതിൽ വിലങ്ങ് വെച്ചാണ് ആളുകളെ എത്തിച്ചതെന്ന് നമുക്ക് ആദ്യത്തെ കൺഫർമേഷൻ കിട്ടുന്നത് അവിടെയാണ്. ഇന്ത്യയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോഴല്ല. എനിക്ക് തോന്നുന്നത് ഒരു കോമൺ സെൻസിന് ചിന്തിച്ചാൽ മനസ്സിലാവും, ഡൽഹിയിൽ വിമാനങ്ങൾ ലാൻഡ് ചെയ്യാതെ അമൃത്സറിലേക്ക് ഇത് മാറ്റിയത് തന്നെ മാധ്യമങ്ങളുടെ വലിയ തോതിലുള്ള ശ്രദ്ധയിൽ നിന്ന് അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഡൽഹി എന്ന് പറയുന്ന മാധ്യമങ്ങളുടെ തൊട്ടടുത്ത് നോയിഡ വലിയ മാധ്യമ ശ്രദ്ധ കിട്ടുന്ന സ്ഥലമാണ്. ഇനി ആദ്യം നമ്മൾ ഈ വിവരം ചെങ്ങല വെച്ചാണ് വന്നത് എന്നുള്ള കൺഫർമേഷൻ കിട്ടുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബോർഡർ പട്രോളിൻ്റെ ചീഫ് മേധാവി മൈക്കിൾ W. ബാങ്ക്സ് അദ്ദേഹം ഒരു ട്വിറ്ററിൽ എക്സിൽ ഒരു പോസ്റ്റ് ഇടുന്നു. ഈ ഒരു വീഡിയോ സഹിതമുള്ള പോസ്റ്റ് ഇടുന്നു. ആ വീഡിയോയിലൂടെയാണ് നമ്മളത് അറിയുന്നത്. അപ്പം ആ പോസ്റ്റ് നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ട്വിറ്റർ പോസ്റ്റ് വായിച്ചു നോക്കിയാൽ അതിൻ്റെ അവസാനത്തെ വഴി, ഇഫ് യു ക്രോസ് ഇല്ലീഗലി യു വിൽ ബി റിമൂവ്ഡ്. യാതൊരു തരത്തിലുള്ള ഡിപ്ലോമസിയും ഇല്ലാതെ, ഒരു നയതന്ത്രം എന്നൊരു ഉദ്ദേശമേ ഇല്ലാതെ വളരെ കാർക്കശ്യത്തോടു കൂടി ഇടുന്നൊരു പോസ്റ്റ്. ആ പോസ്റ്റ് ഒരു മെസ്സേജാണ്. അതായത് ആ പോസ്റ്റിൻ്റെ അപ്പം ഡിപ്ലോമസി എന്നൊരു കാര്യം അവരുടെ ഇൻറ്റൻഷനിൽ പോലുമില്ല. അതിൽ അപമാനിക്കലെന്നൊരു ലക്ഷ്യമുണ്ട്. ഇതൊക്കെ ട്രംപ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ട്രംപിൻ്റെ ആഭ്യന്തര പൊളിറ്റിക്സിന് വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ എൻ്റെ 3-ാമത്തെ പോയിന്റിലേക്ക് വരാം. അമേരിക്കയുമായി വളരെ നല്ല ബന്ധം ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. അത് നിലനിർത്തേണ്ടത് ആവശ്യമാണ്. അപ്പോൾ പിന്നെ ഞങ്ങളാരും അമേരിക്കൻ വിരുദ്ധരെന്നല്ല, അമേരിക്കൻ അനുകൂലികളാണ്. അതായത് അമേരിക്ക ലോകത്തിലെ ഒരു വൻശക്തിയാണ്. ഇന്ത്യ ഒരു വൻശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ഭാവിക്ക് അമേരിക്കയുമായി വളരെ നല്ല ബന്ധം ആവശ്യമുണ്ട്.
അപ്പോൾ ഇപ്പോൾ നിലവിൽ തന്നെ നല്ല ബന്ധമുണ്ട്. അപ്പം ആ നല്ല ബന്ധം വെച്ച് മോഡിക്ക് നെഗോഷിയേറ്റ് ചെയ്യാവുന്നതാണ്. ആദ്യത്തെ വിമാനം ഈ ആദ്യത്തെ വിമാനം വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വിദേശകാര്യ വകുപ്പുമായി കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇനിയുള്ള വിമാനങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ പിന്നെ മോഡിക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ട്രംപുമായിട്ട് അത്രയും ഒരു നെഗോഷിയേഷൻ നടന്നിട്ടുണ്ടോ? നടന്നിട്ടില്ല എന്ന് തോന്നിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഉണ്ടാവുന്നത്. നമ്മൾ ആദ്യത്തെ വിമാനം വന്നതിന് ശേഷം ഒരു കത്ത് അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇനി സൈനിക വിമാനത്തിൽ ആളുകളെ കൊണ്ടുവരരുത്, കയ്യിൽ ചെങ്ങലയിട്ട് വിലങ്ങ് വെച്ച ആളുകളെ കൊണ്ടുവരരുത്, മറിച്ച് ഞങ്ങൾ പാസഞ്ചർ വിമാനം അയക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു മെസ്സേജ് ഇന്ത്യ ഗവൺമെന്റിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയിട്ടുണ്ടോ എന്ന് സർക്കാർ വെളിപ്പെടുത്തണം. ആ തരത്തിലുള്ള ഇനിയുള്ള പാനലിസ്റ്റുകൾ ഇനിയും സംസാരിക്കുമ്പോൾ അല്പം ഒന്ന് സമയം കുറിച്ച് സംസാരിക്കണം അഭ്യർത്ഥിക്കുന്നു. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ജോസഫ് ആന്റണി, ട്രംപിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ ട്രംപുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇത്തരം നയങ്ങളിൽ ഏത് തരത്തിൽ ഇന്ത്യ മുന്നോട്ട് പോകണം, മോദി മുന്നോട്ട് പോകണം എന്ന കാര്യത്തിൽ ഒരു പാളീച്ച പറ്റി എന്ന് തന്നെയാണോ? നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ വിഷയങ്ങളിലും മറ്റും ഇത്തരം കാര്യങ്ങളിലും മറ്റും ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ ആ തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല എന്നുള്ളതാണോ പ്രശ്നമായി കാണുന്നത്? അല്ല, തീർച്ചയായിട്ടും അങ്ങനെയാണ്. കാരണം അദ്ദേഹം പ്രസിഡൻ്റായിട്ട് വെറും 4 ആഴ്ച ഇപ്പോഴാകുന്നുള്ളൂ ട്രംപ്. ഈ 4 ആഴ്ചക്കുള്ളിൽ നമ്മൾ അങ്ങോട്ട് ഓടിപ്പോയി പിന്നെ അദ്ദേഹത്തെ കാണേണ്ട ആവശ്യം എന്തായിരുന്നു, ഈ കണ്ടതുകൊണ്ട് നമുക്ക് എന്ത് നേട്ടമുണ്ടായി എന്നുള്ളതാണല്ലോ നമ്മൾ പരിശോധിക്കുന്ന കാര്യം. അപ്പം നമ്മൾ ഈ പോയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, നേട്ടം മുഴുക്ക അമേരിക്കയ്ക്കും കോട്ടം മുഴുക്ക ഇന്ത്യക്കുമാണ്. അതായത് ഇന്ത്യ നിലവിൽ തുടർന്നുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ പിന്നെ കുറച്ചുകൂടെ മുമ്പോട്ട് പോകും എന്നുള്ളതല്ലാതെ നമ്മൾ കൂടുതൽ F-35 വിമാനം വാങ്ങണം, അമേരിക്കയുടെ കയ്യിൽ നിന്ന് പെട്രോളും ഗ്യാസും വാങ്ങിക്കണം, അവരുടെ കയ്യിൽ നിന്ന് മറ്റ് ആയുധങ്ങൾ വാങ്ങിക്കണം, അവരുടെ ന്യൂക്ലിയർ പിന്നെ കമ്പനികളുടെ നേതൃത്വത്തിൽ ഇവിടെ ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കണം, ഈ മാതിരിയുള്ള പിന്നെ അദ്ദേഹം ഇങ്ങോട്ട് വെച്ച സംഭവമല്ലാതെ നമ്മുടെ ഉന്നയിച്ച ഏത് പ്രശ്നത്തിൽ നമുക്ക് നേട്ടമുണ്ട്? ഇപ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നത് റഷ്യയുടെ കയ്യിൽ നിന്ന് നമുക്കിപ്പോൾ വില കുറഞ്ഞ തരം, ഈ ഉക്രൈൻ റഷ്യ യുദ്ധം നടക്കുന്നതുകൊണ്ടും വില കുറഞ്ഞ അളവിൽ നമുക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കിട്ടുന്നുണ്ട്. സൗദി അറേബ്യയിൽ നിന്ന്, ഇറാഖിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അമേരിക്കയിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചാൽ എന്താ കുഴപ്പം? അമേരിക്കയിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചാൽ ആ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുതലായിരിക്കും. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് നിങ്ങളും ഞങ്ങളും തമ്മിൽ $45 ബില്യൺ വ്യാപാര കമ്മിയുണ്ട്. ഈ വ്യാപാര കമ്മി നികത്തണമെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ കൂടുതൽ ആയുധങ്ങളും പെട്രോളിയം ഉൽപ്പന്നങ്ങളും വാങ്ങണം, കൂടിയ വിലയ്ക്ക് വാങ്ങിക്കണം. നമുക്കറിയാം, റഫാൽ വിമാനം നമ്മൾ എങ്ങനെയാണ് വാങ്ങിച്ചത്? റഫാൽ വിമാനം വാങ്ങിച്ചത് ആഗോളതലത്തിൽ ബിഡിങ് നടത്തി, ടെൻഡറുകൾ ക്ഷണിച്ച്, അതിനെക്കുറിച്ച് വിദഗ്ധന്മാർ പഠിച്ച്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ഇവിടെ ചെന്നപ്പോൾ പിന്നെ ട്രംപ് പറയുകയാണ് നിങ്ങൾ F-35 വാങ്ങിച്ചോ. അദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ഉപദേശകനായി നിൽക്കുന്ന എലോൺ മസ്ക് ഈ F-35 വിമാനത്തെക്കുറിച്ച് പറഞ്ഞാൽ ഏറ്റവും തല്ലിപ്പൊളി വിമാനമാണിതെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം ടെക്നോളജിക്കലായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വിമാനമാണിത്. അങ്ങനെയുള്ള വിമാനങ്ങൾ ഇനി വേണ്ട, ആളുകൾ സഞ്ചരിക്കുന്ന വിമാനങ്ങളെ വേണ്ട, ഇനി ഡ്രോണുകൾ മതി. ഇത്രമാത്രം ചെലവ് കൂടിയ വില കൂടിയ വിമാനങ്ങൾ ഇനി നിർമ്മിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ വിമർശിച്ച ആളാണ് മസ്ക്. അപ്പോൾ അങ്ങനെ മസ്ക് പോലും വിമർശിച്ച പ്ലെയിനാണ് നമ്മളിപ്പോൾ ഇന്ത്യ വാങ്ങണമെന്ന് ട്രംപ് പറയുന്നത്. അതുപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങണമെന്ന് പറയുന്നത്. ഇത് ഒഴിവാക്കാമായിരുന്നു. എങ്ങനെ ഒഴിവാക്കാമായിരുന്നു? നമുക്കറിയാം, നേതാക്കന്മാർ, രാഷ്ട്രത്തലവന്മാർ ഈ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം 2 രാജ്യങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെ പരസ്പരം ഗുണമുണ്ടാകുന്ന തരത്തിൽ, മ്യൂച്വലി ബെനിഫിഷ്യൽ, പരസ്പരം ഗുണമുണ്ടാകുന്ന തരത്തിൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ അദ്ദേഹം പോകുമ്പോൾ നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന 2 പ്രശ്നങ്ങളാണ്. ഒന്നെന്താ, അദ്ദേഹം പോകുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് നമ്മുടെ പൗരന്മാരെ ഈ വിലങ്ങുകൾ വെച്ച് ഇന്ത്യയിൽ കൊണ്ടുവന്നത്. മറ്റൊന്ന്, അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കെല്ലാം താരിഫ് ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞു. ഈ 2 പ്രശ്നങ്ങളാണ് നമ്മുടെ മുമ്പിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ഈ 2 പ്രശ്നങ്ങളിൽ നമുക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ? നമുക്കറിയാം, അദ്ദേഹം അവിടെ ചെന്ന ദിവസം അദ്ദേഹത്തെ ട്രംപ് സ്വീകരിച്ചത് റിട്ടാലിയേറ്ററി താരിഫ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് ഏർപ്പെടുത്തിയാൽ അതിന് സമാനമായ താരിഫുകൾ ഞങ്ങൾ ഏർപ്പെടുത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പിന്നെ ഇതെടുത്ത്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ഇരുത്തി 2 പേരും കൂടെ പത്രസമ്മേളനം നടത്തുമ്പോൾ നമ്മൾ കണ്ടെന്താ, പത്രസമ്മേളനത്തിൽ മോഡി വലതുവശത്ത് നിൽക്കുമ്പോൾ പറയുകയാണ് ഇന്ത്യ 30%, 40%, 70% അൺഫെയർ താരിഫ് എന്നാണ് പറഞ്ഞത്. നീതിരഹിതമായ താരിഫാണ് ഈ അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ പേര്. അത് വളരെ മോശമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ, അതായത് ഈ ഒരു പ്രധാനമന്ത്രി, ഒരു രാഷ്ട്രത്തിൻ്റെ നേതാവ് വരുമ്പോൾ ആ രാഷ്ട്രത്തിൻ്റെ നേതാവിൻ്റെ പ്രശ്നങ്ങളോട് അല്പം പോലും അനുഭാവം പുലർത്താതെ സംസാരിക്കുന്ന, തീരുമാനമെടുക്കുന്ന, എല്ലാം ഇങ്ങോട്ട് അടിച്ചേൽപ്പിക്കുന്ന, ഞാൻ പറയുന്നത് നിങ്ങളങ്ങോട്ട് കേട്ടാൽ മതി, നിങ്ങൾ പറയുന്നത് ഒന്നും കേൾക്കാൻ തയ്യാറല്ല എന്ന് പറയുന്ന ഒരാളിനെ
ഏത് തരത്തിൽ നമുക്ക് മെരുക്കാമായിരുന്നു. നമുക്ക് മെരുക്കാവുന്ന ചില ആനുകൂല്യങ്ങൾ അമേരിക്കൻ ഭരണകൂടത്തിൽ തന്നെ ഇപ്പോഴുണ്ട്. അവിടുത്തെ എന്താണ് ഈ തുളസി ഗബാർഡ് എന്ന് പറയുന്നത്, അവർ ഇന്ത്യക്കാരിയല്ല, അവർ ഹിന്ദുമതം സ്വീകരിച്ച വ്യക്തിയാണ്. തുളസി ഗബാർഡ് ഇന്ത്യയുടെ അതിശക്തയായ വക്താവാണ് തുളസി ഗബാർഡ്. അതുപോലെ തന്നെ ഇന്ത്യ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിരുന്നു വിദേശകാര്യ സെക്രട്ടറിയും പിന്നെ പ്രതിരോധ സെക്രട്ടറിയുമായിട്ടുള്ള മാർക്കോ റൂബിയോയും ഹെക്സത്തും. അതുപോലെ തന്നെ പിന്നെ വൈസ് പ്രസിഡന്റിൻ്റെ ഭാര്യ ഇന്ത്യക്കാരിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അവരെയൊക്കെ സമീപിച്ച് നമുക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ പ്രശ്നങ്ങൾ ആ തരത്തിൽ പരിഹരിക്കണം എന്ന് പറയുകയും തന്ത്രപരമായി അമേരിക്കയുമായി പ്രശ്നമുള്ള ചൈന ഞങ്ങളുടെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്, ഞങ്ങളാണ് ചൈനയെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് അനുഭാവപൂർണ്ണമായ സമീപനം നിങ്ങൾ സ്വീകരിക്കണം എന്ന സമ്മർദ്ദം ചെലുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടാമായിരുന്നു. ഇപ്പോൾ സംഭവിച്ചത് മുഴുവൻ ഒരു സാഷ്ടാംഗ പ്രണാമം, ട്രംപിന്റെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ട് അദ്ദേഹം നൽകിയതെല്ലാം തിരിച്ചു പരിഹരിക്കാൻ പറ്റുന്ന വിഷയങ്ങളിൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടായില്ല എന്നാണ് ആക്ഷേപം. അപ്പം ശ്രീ ജി വി ഹരി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം, മൻമോഹൻ സിംഗ് ആയിരുന്നു മോദിയുടെ സ്ഥാനത്തെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല അമേരിക്ക ട്രംപ് പ്രതികരിക്കുക എന്നുള്ളതാണ്. അത് ഞാൻ വിഹരിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, താങ്കൾ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ദേവയാനി ഖൊബ്രഗഡെ എന്ന ഒരു ഡിപ്ലോമാറ്റ് അവിടെ ഒരു ക്രിമിനൽ കേസിൽ പെട്ടപ്പോൾ അവരെ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത്. അവരെ അവിടുന്ന് മടക്കി അയച്ചു, നമ്മളെ തിരിച്ചു കൊണ്ടുവന്നു. ഒരു കാര്യം അതിനറിയാൻ വയ്യണ്ടല്ല എങ്കിലും ഞാൻ പറയുകയാണത്, അതായത് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ഇരിക്കുന്ന വിദേശകാര്യ വിദഗ്ധൻ അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യം. നമ്മുടെ എന്നല്ല ഏത് രാജ്യത്തിൻ്റെയും ഒരു ഡിപ്ലോമാറ്റ്, ആ ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഉള്ള ഒരാൾ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടുമായി മറ്റൊരു രാജ്യത്ത് കഴിയുമ്പോൾ അവരവിടെ ഇനി ഒരു ക്രിമിനൽ കുറ്റത്തിൽ ഏർപ്പെട്ടാൽ പോലും അവരെ അവിടുന്ന് പുറത്താക്കാം, അവരെ ഇവിടുന്ന് തിരിച്ചു കൊണ്ടുപോകാൻ ആവശ്യപ്പെടാം, അവർക്ക് ആവശ്യപ്പെടാം, നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. അല്ലാതെ അവരെ പിടിച്ച് ജയിലിലിടാനൊന്നും കഴിയില്ല. ഇവിടെ കഴിഞ്ഞ ആ സ്വർണ്ണക്കടത്ത് വിഷയം ഉണ്ടായ സമയത്ത് ഇവിടെ വലിയ കോലാഹലം ഉണ്ടായിരുന്നല്ലോ. ദുബായ് അറ്റാഷെ നമ്മൾ എന്തിനു തിരിച്ചു കയറ്റി വിട്ടു. കാര്യം അത് അദ്ദേഹം ഡിപ്ലോമാറ്റിക് പരിരക്ഷയുള്ള ആളാണ്. അതൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ നിയമങ്ങളുള്ളതാണ്, അതിന് വളരെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുമുണ്ട്. പിന്നെ മറ്റൊന്ന് ഇവിടെ അദ്ദേഹം പറഞ്ഞ F-35 എന്ന തല്ലിപ്പൊളി വിമാനം എന്തിനാണ് നമുക്ക് എന്ന്. അതായത് ആദ്യം അദ്ദേഹം മനസ്സിലാക്കുക, F-35 എന്ന് പറയുന്നത് 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനങ്ങളാണ്. ഈ 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനങ്ങൾ ലോകത്തിൽ 2 രാജ്യങ്ങൾക്ക്, ഒന്ന് അമേരിക്കയുടെ ഈ F-35ഉം മറ്റൊന്ന് റഷ്യയുടെ Su-57. ഈ 2 വിമാനങ്ങളെ ഈ സ്റ്റെൽത്ത് ഗണത്തിൽ 5ാം തലമുറയായിട്ടുള്ളൂ. ചൈനയ്ക്കുണ്ടെന്നൊക്കെ പറയുന്നതല്ലാതെ അതൊന്നും വിശ്വസനീയമായ കാര്യങ്ങളല്ല. അമേരിക്ക ഒരു രാജ്യത്തിനും കൊടുക്കാൻ തയ്യാറാകാത്ത നമുക്ക് 5ാം തലമുറ വിമാനങ്ങൾ ആവശ്യവുമുണ്ട്. അപ്പോൾ ഈ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ കിട്ടാൻ 2 സോഴ്സേ ഈ ലോകത്തുള്ളൂ. 2 സോഴ്സ്. ഇവിടെ റഷ്യ നമുക്കത് ഓഫർ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ അമേരിക്കയും ഓഫർ ചെയ്യും. ഇത് രണ്ടിനോടും നമ്മൾ അനുകൂലമായും പ്രതികൂലമായും പ്രതികരിച്ചിട്ടുണ്ട്. ഇനിയും ഇവിടുത്തെ വ്യോമസേനാ വിദഗ്ധരെയും ടെക്നിക്കൽ വിദഗ്ധരും ഒക്കെ വിലയിരുത്തി വിലയും ഒക്കെ ഫൈനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ ഏത് വിമാനം വേണമെന്നും എപ്പോൾ വേണമെന്നും എങ്ങനെ വേണമെന്നും ഒക്കെ തീരുമാനിക്കുക. അല്ലാതെ താങ്കളീ പറയുന്ന പോലെ കുറച്ച് അതായത് അതിനെ ടെക്നിക്കലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നെനിക്കൊരു അപേക്ഷയുണ്ട്. ഇലോൺ മസ്കിന്റെ വാക്കുകളെ വെച്ചിട്ടാണ് പറയുന്നതെങ്കിൽ എനിക്ക് എന്ത് പറയാനാണ്, അദ്ദേഹം ഒരു വല്ലാത്ത സ്വഭാവമുള്ള ഒരു മനുഷ്യനാണ് ഇലോൺ മസ്ക്. അദ്ദേഹം ഈ ഓരോ നിമിഷവും എന്ത് പറയുന്നു എന്ന് പോലും ഇല്ലാത്ത ആളാണ്. അദ്ദേഹം പറയുന്ന ചില സമയത്ത് പറയുന്നുണ്ട്, ഞാൻ അടുത്ത 5 വർഷത്തിനുള്ളിൽ ചൊവ്വയിലേക്ക് 1000 പേരെ കയറ്റിവിടാൻ പോവുകയാണ്, ശുക്രനിൽ താമസിക്കാൻ പോവുകയാണ്. ഇങ്ങനെയൊക്കെ ചില സമയത്ത് ഇങ്ങനെ പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഓക്കെ, പക്ഷെ അപാരമായ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനുമാണ്. പക്ഷേ F-35 എന്ന് പറയുന്ന വിമാനം ഇതാണ്. 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനങ്ങൾക്ക് ലോകത്തിൽ 2 സോഴ്സ്. നമുക്ക് സ്റ്റെൽത്ത് വിമാനങ്ങൾ 5ാം തലമുറ വിമാനങ്ങൾ ആവശ്യവും. അതിന് ഈ 2 സോഴ്സിൽ ഏതെങ്കിലും നമുക്ക് എടുത്തേ മതിയാവുള്ളൂ. ഒരു മിനിമം ആയിട്ടുള്ള ബേസിക് നോളജാണ്. അല്ലാതെ തല്ലിപ്പൊളി വിമാനവും ആളില്ലാ വിമാനങ്ങൾ, ഇനിയുള്ള കാലത്ത് ആളില്ലാ വിമാനങ്ങളാണ് വേണ്ടത്, മറ്റേ ഡ്രോൺ മാത്രം മതി, ഇതൊക്കെ നമുക്ക് ഭാവനയെ കാണാവുന്നതല്ലാതെ അതൊക്കെ ഏത് കാലത്ത് എപ്പോഴാണ് വരിക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു 10, 50, 100 വർഷം കഴിയുമ്പോൾ അങ്ങനെയൊക്കെ ആവുമായിരിക്കും. പക്ഷേ നമുക്ക് കറണ്ട് സിറ്റുവേഷൻ ആണല്ലോ പ്രധാനം. ഇങ്ങനെ ഈ പറയുന്നത്. പിന്നെ വേറൊന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ഉണ്ടല്ലോ, പിന്നെ അദ്ദേഹം പറഞ്ഞു അമേരിക്കയിൽ പോയി നമ്മുടെ എന്ത് കാര്യമാണ് സാധിച്ചത്, അതായത് ഏത് കാര്യത്തിനാണ് അവരോട് വഴങ്ങിയത്.
അമേരിക്ക, ട്രംപ് അടക്കമുള്ളവർ ഭീഷണിപ്പെടുത്തി നിങ്ങൾ താരിഫ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ താരിഫ് ഏർപ്പെടുത്തും എന്ന ഭീഷണിക്ക് മുമ്പിൽ ഇന്ത്യ വഴങ്ങിയോ? അത് ഇന്ത്യയുടെ നയമാണ്. നമ്മൾ ഇനി നിങ്ങൾ എന്ത് താരിഫ് വേണമെങ്കിൽ നിങ്ങൾ ഏർപ്പെടുത്തിക്കോളൂ, ഞങ്ങൾക്ക് പ്രശ്നമില്ല, പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള മെസ്സേജ് അല്ലേ കൊടുക്കും. അതുപോലെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എപ്പോഴാണ് നമ്മൾ റഷ്യയിൽ നിന്ന് ഈ അമേരിക്കയുടെയും ഈ യൂറോപ്പിൻ്റെയും എല്ലാം സർവ്വവിധ എതിർപ്പുകളെയും സർവ്വവിധ ഉപരോധ ഭീഷണികളെയും ഓവർകം ചെയ്തുകൊണ്ടാണ് യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിയത്? എപ്പോഴാണ് റഷ്യയിൽ നിന്ന് നമ്മൾ ക്രൂഡ് ഓയിൽ വാങ്ങാൻ തുടങ്ങി? ഇപ്പോഴാണ്, അടുത്ത കാലത്താണ് വാങ്ങാൻ തുടങ്ങിയത്. ഇക്കണ്ട കാലം മുഴുവൻ സർക്കാർ ഇവിടെ ഉണ്ടായിരുന്നു, അതും കുറഞ്ഞ വിലയിൽ, റൂബിൾ ബേസിൽ. അമേരിക്കയിൽ നിന്ന് നമുക്ക് കുറഞ്ഞ വിലയിൽ അല്ലെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വാങ്ങും. ലോകത്ത് എവിടെ നിന്നും വാങ്ങും. ഇറാനിൽ നിന്ന് വാങ്ങിയില്ലേ അമേരിക്കയുടെ എതിർപ്പുകളെല്ലാം മറികടന്നുകൊണ്ട്? അതിന്റെ പേരാണ് ഈ നയതന്ത്ര മെയ്വഴക്കം എന്ന് പറയുന്നത്. ഒരേ സമയം റഷ്യയോടും കച്ചവടം നടത്തും, അമേരിക്കയോടും നടത്തും, ഇസ്രായേലിനോടും നടത്തും, പാലസ്തീനിനോടും പറയും, പാലസ്തീനുമായിട്ടും ബന്ധമുണ്ട്, ഇറാനുമായിട്ടും ബന്ധമുണ്ട്. അങ്ങനെ പരസ്പരം ശത്രു രാജ്യങ്ങളായിട്ട് കഴിയുന്ന എത്രയോ രാജ്യങ്ങളുമായിട്ട് ഒരേപോലെയുള്ള നയതന്ത്ര ബന്ധം, ഒരേപോലെയുള്ള സൗഹൃദം കീപ്പ് ചെയ്യാൻ കഴിയുന്നു എന്നിടത്താണ് ഇന്ത്യയുടെ നയതന്ത്ര വൈഭവം ഇരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഈ കേസില്, അതായത് അവരെ വിലങ്ങ് വെച്ചു കൊണ്ടുവന്ന കേസിൽ, അത് അമേരിക്കയുടെ കാര്യം. കുറ്റവാളികളെ പിടിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ ഇല്ലീഗൽ മൈഗ്രൻസിനെ എന്ത് ചെയ്യണം എന്നുള്ളത് ആ രാജ്യമാണ് തീരുമാനിക്കുന്നത്. അതാത് രാജ്യങ്ങളിലേക്ക് അവർ എത്തിച്ചു കൊടുക്കും. അവരെ നമ്മളെ ഒരു സാധാരണ പൗരനെ പോലെ കൈകാര്യം ചെയ്യാൻ, കാണാനും ആ രീതിയിൽ കാണാൻ ഈ സർക്കാരിന് താല്പര്യമില്ല. ഇപ്പൊ പറഞ്ഞ ഈ പോയിന്റ് തന്നെ. പിന്നെ ഒറ്റ കാര്യം കൂടെ പറഞ്ഞു ഒറ്റ കാര്യം കൂടെ. പിന്നെ ഈ അമൃത്സറിൽ എന്തിനാണ് കൊണ്ട് ഇറക്കുന്നത് എന്നുള്ളത്, അതിന് 2 കാരണമാണുള്ളത്. ഒന്ന്, കൂടുതൽ ആൾക്കാർ പഞ്ചാബിൽ നിന്നുള്ളവരാണ്. അതിനേക്കാൾ കൂടുതൽ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള എയർ റൂട്ടിൽ ആദ്യത്തെ ഇന്റർനാഷണൽ എയർപോർട്ട് വരുന്നത്, ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനാഷണൽ എയർപോർട്ട് വരുന്നത് അമൃത്സറിലാണ്. ഈ 2 കാരണങ്ങളാണ് അവിടെ. അല്ല, സംഭവം ന്യായീകരണമൊക്കെ ഞാൻ പറയുന്നത്, ഇതിനകത്ത് ഫാക്സിലേക്ക് നമ്മൾ പോകാന്നുള്ളതാണല്ലോ പ്രധാനം. ന്യായീകരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത് തെറ്റായിട്ടൊരു കാര്യമാണ്. അമേരിക്കയുടെ ബൗണ്ടറിക്കകത്താണ്. വെൻ ഇറ്റ് കംസ് ടു ഇന്റർനാഷണൽ ബൗണ്ടറീസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഇഷ്യൂ, അതിനൊരു ഇന്റർനാഷണലായിട്ട് തന്നെയുള്ള നിയമങ്ങൾ ബാധകമാണ്. ഇവരെന്നും കുറ്റവാളികൾ, ഇവരൊന്നും ആരെയും കൊന്നിട്ട് വന്നവരൊന്നുമല്ല. അവരിവിടെ നിന്നൊരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഇല്ലീഗലായി പോയി. ആ ഇല്ലീഗലായി പോയ ആളുകളെ തിരിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മൾ UAE-യിൽ ഇതുണ്ടായില്ലേ? UAE-യിൽ നമ്മുടെ കേരളത്തിലെ മലയാളികളടക്കമുള്ള ആളുകളെ എന്താ ചെയ്തത്? അത് നമ്മൾ പ്രോപ്പറായിട്ട് ഇൻഫോം ചെയ്തു. നമ്മൾ കേരളത്തിലുള്ള ഗവൺമെൻറ് അടക്കമുള്ള ആളുകൾ അതിനകത്ത് ഇടപെട്ടു. അവരെ വളരെ കൃത്യമായിട്ട് അവർ ഡീപ്പോർട്ട് ചെയ്തു. അതിനകത്ത് ഇപ്പോൾ എന്താ വിവാദമില്ലല്ലോ. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ കൊടും കുറ്റവാളികളെ കൊണ്ടുപോകുന്നത് പോലെ നമ്മളൊക്കെ അമേരിക്കൻ സിനിമയിലൊക്കെ അല്ലെങ്കിൽ വിദേശ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, മറ്റേ ഈ കയ്യിലും ഒക്കെ ഇട്ടുപോലെ. നമ്മുടെ ഈ രാജ്യത്തെ ഇവിടെ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഞങ്ങൾ ഇല്ലീഗലായി കടന്നു എന്നുള്ളത് മാത്രമാണ് അവർക്ക് നേരത്തെ ഇവിടെ. അതാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ വക്താവ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത് വളരെ കൃത്യമാണ്. അദ്ദേഹം പറഞ്ഞു ഇതിനകത്ത് പലരും പോയിട്ടുള്ളത് എന്താണ്. ഇപ്പം നോർക്ക എന്നൊരു സംവിധാനമുണ്ട് നമുക്ക്, ഇല്ലേ? ഈ നോർക്ക പോലുള്ള സംവിധാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് ഒരു തരത്തിലുമുള്ള ഡീറ്റെയിൽസ് അവരുടെ ഇല്ല എന്നുള്ളതാണ്. ഇവിടെ നിന്ന് ഒരാൾ പ്രദേശത്ത് ഇവിടെ പോയാൽ നോർക്ക അറ്റസ്റ്റേഷൻ നടത്തി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പലരും പോകുന്നത്. ഇനി ഈ കൊണ്ടുപോകുന്ന ഏജൻസികളെല്ലാം നോർക്കയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഏജൻസീസാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്ന പോലെ ജോലിക്ക് വേണ്ടിയിട്ടാണ് അവർ പോകുന്നത്. അവരാരോടെ ആസ്വദിക്കാനോ ഉല്ലാസത്തിനൊന്നും അല്ല പോകുന്നത്. അവർ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കുറച്ചുകൂടെ മെച്ചപ്പെട്ട, നേരത്തെ രഞ്ജിത്ത് പറഞ്ഞ പോലെ മെച്ചപ്പെട്ട സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ആളുകളാണ്. അല്ലാതെ അവിടെ ചെന്ന് നാളെ രാവിലെ മുതൽ അവിടുത്തെ ഡ്രഗ് കാർട്ടൽസിൻ്റെ കൂടെ ചേർന്ന് ഈ ഡ്രഗ് ബിസിനസ് നടത്തി കോടികൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നവരൊന്നുമല്ല. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഈസ് അട്ടർ ഫെയിലിയർ ഓഫ് ദ ഗവൺമെൻറ്, അട്ടർ ഡിപ്ലോമാറ്റിക് ഫെയിലിയർ ഓഫ് ദ ഗവൺമെൻറ് ടു ബ്രിങ് ബാക്ക് ദെയർ സിറ്റിസൺസ് ബാക്ക്. അതിനകത്ത് ഒരു നല്ല രീതിയിൽ വൃത്തിയായി അവരെ തിരിച്ചു കൊണ്ടുവരാൻ അവർക്ക് പറ്റിയിട്ടില്ല. അത് സമ്മതിച്ചു. ഇനി അദ്ദേഹം പറഞ്ഞു അമൃത്സറിൽ കൊണ്ടുപോയി. എന്നാൽ പിന്നെ ഈ അമൃത്സറിൽ കൊണ്ടുപോയതിന് ഞങ്ങളവിടെ കൂടുതലും പഞ്ചാബികളാണ് എന്നുള്ളതാണ്. അതെ, എങ്ങനെയാണെങ്കിൽ പിന്നെ വേറെ ഇടത്ത് കൊണ്ടുപോയിക്കൂടായിരുന്നു. ഇതിനകത്ത് ഇവിടെ നാട്ടുകാർ കാണാൻ പാടില്ല. ഇത് തന്നെയാണ്. ഇനി പുറത്തു വിട്ടു ഇവർ ഞെട്ടിപ്പോയി എന്തുകൊണ്ടാണെന്നറിയോ? ഇത് അമേരിക്കക്കാരിത് ഈ വീഡിയോ അവർ പുറത്തു വിടുന്നവരാരും വിചാരിച്ചില്ല. അവിടെയാണ് അവരുടെ ഡിപ്ലോമസി രണ്ടാമത് പൊളിഞ്ഞ് പാളിസായി താഴെ പോകുന്നത്. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മിനിമം അത്യാവശ്യം ഇന്ത്യക്കാരാണെന്നെങ്കിലും ഉള്ളൊരു ഫീലിംഗ് ഈ BJP സർക്കാർ ആദ്യം കാണിക്കുക എന്നുള്ളതാണ്. അവരെല്ലാം ഇന്ത്യക്കാരാണ്, പാവങ്ങളാണ്. അവരെ നിങ്ങളൊന്ന് അങ്ങനെ കൺസിഡർ ചെയ്യുക.
അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മോഡേൺ സ്റ്റേറ്റ്. അതിനകത്ത് സോവറിറ്റി എന്നൊരു സാധനമുണ്ട്, അതിനകത്തൊരു പോപ്പുലേഷൻ എന്നൊരു സാധനമുണ്ട്, അതിന് ടെറിട്ടറി എന്നൊരു സാധനമുണ്ട്, നാഷണലിസം എന്നൊരു സാധനമുണ്ട്, നാലാമത് വരുന്നൊരു സാധനം അതാണ് ദേശീയ ബോധം. ആ ദേശീയ ബോധം ഇല്ലാത്ത BJP-ക്കാരോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇന്ത്യ എന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ 10 കൊല്ലമായിട്ട് അവർക്ക് അധികാരത്തിൽ ഇരിക്കാൻ കിട്ടിയ ഒരു സാധനം എന്നുള്ളതല്ലാതെ ഈ ആശയം എന്താണ്, ഭാരതം എന്ന് പറയുന്ന ആശയം എന്താണ്, അതെന്താണ്, അത് മുന്നോട്ട് വെക്കുന്ന ഈ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാന ഘടകങ്ങൾ എന്താണെന്ന് പോലും തിരിച്ചറിയാത്ത ആളുകളോട് നിങ്ങൾ ഇതൊക്കെ പറയാൻ പോകുന്നതല്ല രഞ്ജിത്ത്. മാനം കെട്ട കേസ് എന്നല്ല, എനിക്ക് വേറൊന്നും പറയാനില്ല. അതുകൊണ്ട് ഇതൊക്കെ തന്നെ കേൾക്കേണ്ടുള്ളൂ. മഠത്തിൽ ഇവിടെ ശ്രീ ഷാഹു പ്രസാദ് പറയുകയായിരുന്നു എന്തുകൊണ്ടാണ് അമൃത്സർ തിരഞ്ഞെടുത്തത് എന്നതിലുള്ള കാര്യം പറയുകയായിരുന്നു. ഒപ്പം താങ്കളുടെ മറ്റു ചില വാദങ്ങൾക്കും അദ്ദേഹം മറുപടി പറഞ്ഞു. വളരെ പെട്ടെന്ന് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. രഞ്ജിത്ത്, അദ്ദേഹം പറഞ്ഞ ഏറ്റവും കൂടുതൽ പേര് പഞ്ചാബികളാണെന്നുള്ള വാദം എനിക്ക് ആ കണക്ക് ശരിയാവുന്നില്ല. അതായത് കുറച്ചുകൂടെ കൃത്യമായ കണക്കുള്ളത് അവസാനം വന്ന വിമാനം ഫെബ്രുവരി 16 വന്ന വിമാനം 112 പേര് അതിലുണ്ടായിരുന്നത്. അതിൽ പത്രങ്ങളിൽ വന്ന കണക്കനുസരിച്ച്, സർക്കാർ ഒഫീഷ്യലായി ഒരു ലിസ്റ്റ് പുറത്തുവിട്ടിട്ടില്ല, പക്ഷേ പത്രങ്ങളിൽ വന്ന കണക്കനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, ഹരിയാനയിൽ നിന്നും 44 പേര്, ഗുജറാത്തിൽ നിന്നും 33 പേര്, പഞ്ചാബിൽ നിന്നും 31 പേര്, പിന്നെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചെറിയ ചെറിയ നമ്പേഴ്സാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഹരിയാനയിലോ ഗുജറാത്തിലോ ആണ് ഇറക്കേണ്ടിയിരുന്നത് വിമാനം. ആ ലോജിക്കാണെങ്കിൽ പിന്നെ അമേരിക്കയിൽ നിന്ന് പറ്റുമ്പം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് അമൃത്സർ എന്നൊക്കെ പറയുന്നത്. വളരെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ വിദേശയാത്രയൊക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ അത് വളരെ, അതായത് 20 മണിക്കൂർ അധികം യാത്രാ ദൈർഘ്യമുള്ള ഒരു യാത്രയിൽ അമൃത്സറും ന്യൂഡൽഹിയും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട്, ദൂരമുണ്ടെന്ന് ഈ നാട്ടിലെ സകല മനുഷ്യർക്കും അറിയാം. കാരണം വിദേശയാത്ര ചെയ്യാത്ത ഒരാളും ഇല്ലാത്ത, ഒരു കുടുംബമില്ലാത്ത നാടാണ് കേരളം. അതുകൊണ്ട് അങ്ങനെയൊന്നും പറഞ്ഞു മനുഷ്യന്മാരെ, ആളുകൾ നമ്മളെക്കാൾ സ്മാർട്ടാണ് ജനങ്ങളെന്ന് മനസ്സിലാക്കണം, ഒന്നാമത്തെ കാര്യം. പിന്നെ ഞങ്ങൾ ആദ്യം പറഞ്ഞ പോയിന്റാണ്, അതായത് ഇക്കാര്യത്തിൽ അമേരിക്ക ഒട്ടും ഡിപ്ലോമാറ്റിക് ആവാൻ ഒരു ശ്രമം പോലും നടത്തിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, മൈക്കിൾ ബാങ്ക്സിന്റെ ആ പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞത് USBP and partners successfully returned illegal aliens എന്നുള്ള പ്രയോഗമാണ്. illegal aliens to India, marking the farthest deportation flight yet using military transport. അപ്പം അതിൽ ഒരു കാര്യം, C-17 എന്ന് പറയുന്ന US ട്രാൻസ്പോർട്ട് വിമാനം ഉപയോഗിച്ചത്, അത് പാസഞ്ചർ ഫ്ലൈറ്റിന് ഉള്ള വിമാനമല്ല. നേരത്തെ മറ്റൊരാൾ പറഞ്ഞതുപോലെ സൈഡിൽ കസേരകൾ പിടിപ്പിച്ച ഒരു വിമാനമാണ്. അത് മനുഷ്യർക്ക് യാത്ര ചെയ്യാനുള്ള വിമാനമല്ല, അല്ലെങ്കിൽ പട്ടാളക്കാരെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തൊരു യാത്ര. നോക്കൂ, ഡയറക്റ്റ് ഫ്ലൈറ്റ്, ഇപ്പോൾ കൊച്ചി എന്നല്ല ഡൽഹിയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട് US-ലേക്ക്. ഡയറക്റ്റ് ഫ്ലൈറ്റ് 20 മണിക്കൂറാണ് ഏറ്റവും കുറഞ്ഞത്. ഇത് അതിൽ കൂടുതൽ സമയം എടുത്തു, 40 മണിക്കൂർ എടുത്ത ഫ്ലൈറ്റ് ഉണ്ട്. ഡയറക്റ്റ് ആയിരുന്നില്ല, 1-2 സ്റ്റോപ്പുകൾ ഉണ്ടായിരുന്നു. അത്തരം ഒരു യാത്രയിൽ ഈ മനുഷ്യരെ ചെങ്ങല കീട്ടി ഇരുത്തിയേക്കുക, അവർക്ക് അനങ്ങാൻ പറ്റില്ല. പിന്നെ ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തൊരു യാത്ര, അത് മനുഷ്യാവകാശ ലംഘനമല്ലേ? അത് മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് പറയേണ്ടത്. പക്ഷേ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞതൊക്കെ അമേരിക്കയുടെ വാദങ്ങളാണ്. അമേരിക്കക്ക് ആ വാദം പറയാം, അവർ കുറ്റവാളികളാണ്, അമേരിക്കൻ നിയമപ്രകാരം അവർ കുറ്റവാളികളാണെന്ന് പറയാം. പക്ഷേ നമ്മുടെ ഇന്ത്യയുടെ പെർസ്പെക്റ്റീവിൽ അവർ കുറ്റവാളികളല്ല. അപ്പം നമ്മൾ പറയേണ്ടത്, ഇപ്പം ഈ കഴിഞ്ഞ ഫ്ലൈറ്റിൽ വന്ന 2 പേര് ഇവിടുന്ന് ചില കുറ്റങ്ങൾ ചെയ്തു പോയവരാണ്. അവരെ വന്നപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്തു. ബാക്കിയുള്ളവർ അങ്ങനെയല്ലല്ലോ. അവരെ ചില തട്ടിപ്പിൽ പെട്ടുപോയ പാവപ്പെട്ട മനുഷ്യരല്ലേ, മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടിപ്പോയവരല്ലേ. ഒരു പോയിന്റ് പറയാം, നമ്മളതൊന്നും മറിച്ച് ചിന്തിച്ചു നോക്കിയേ. അമേരിക്കയിൽ നിന്ന് മറ്റേതെങ്കിലും രാജ്യത്തിലേക്ക് കുടിയേറിയ ഒരാളെ ചെങ്ങലക്കിട്ട് അവര് പിന്നെ മിലിറ്ററി ഫ്ലൈറ്റിൽ തിരിച്ചുകൊണ്ടേ ഇറക്കിയാൽ അമേരിക്ക എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയാണ് ഒരു വൻ ശക്തി റിയാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അമേരിക്കൻ പൗരന്മാരെ ചെങ്ങലക്കിട്ട് തിരിച്ചെത്തിയാൽ അമേരിക്ക റിയാക്ട് ചെയ്യും. അതിന് ആരെങ്കിലും ധൈര്യപ്പെടുമോ? ധൈര്യപ്പെടില്ല. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യൻ പൗരനോട് അങ്ങനെ ചെയ്യാൻ അമേരിക്ക ആയാലും മറ്റൊരു രാജ്യമായാലും ഇനി ധൈര്യപ്പെടരുത്. കാരണം ഇന്ത്യ അന്തസ്സുള്ളൊരു രാജ്യമാണ്, ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ്, ജനാധിപത്യ രാജ്യമാണ്. ഇന്ത്യക്കൊരു വിലയുണ്ട്, മൂല്യമുണ്ട്. ആ മൂല്യം തീർച്ചയായും നരേന്ദ്രമോദിയും ശ്രീ ജയശങ്കറുമൊക്കെ കാത്തു സൂക്ഷിക്കും എന്ന വിശ്വാസത്തിലാണല്ലോ ഈ സർക്കാരിനെ തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ 3 തവണ ആവർത്തിച്ച ഈ നാടകം, ഈ ഇന്ത്യയെ അപമാനിക്കാൻ കരുതിക്കൂട്ടി ട്രംപ് ഭരണകൂടം ചെയ്ത ഈ നാടകം ദയവ് ചെയ്ത് ഇനി ആവർത്തിക്കാൻ ഇടവരുത്തരുത്. ഇന്ത്യൻ സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടണം. ഇക്കാര്യത്തിൽ ഡിപ്ലോമാറ്റിക് പ്രഷർ ചെലുത്തണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത്. രഞ്ജിത്ത്, സമയമുണ്ടെങ്കിൽ ഞാൻ ഒരു അര മിനിറ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. F-35 ഫ്ലൈറ്റിന്റെ കാര്യം പറഞ്ഞു. F-35 സ്റ്റെൽത്ത് എന്ന് പറഞ്ഞ റഡാറുകളുടെ സൃഷ്ടിയിൽ പെടത്തില്ല എന്നുള്ളതാണ് സ്റ്റെൽത്ത് എന്ന് പറയുന്നത്, 5th ജനറേഷൻ. അതിനകത്ത് ഒരു കാര്യമുണ്ട്, അതൊരു വെർട്ടിക്കൽ ലാൻഡിങ് ശേഷിയും കൂടെ ഉള്ളൊരു മോഡലാണ് അതിനുണ്ട്. എൻ്റെ പോയിന്റ്, ഈ F-35 കുറിച്ച് ഇന്ത്യയിൽ ഉൾപ്പെടെ ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഒരുപാട് പണം ചെലവഴിച്ച് ഡെവലപ്പ് ചെയ്തതിന് ശേഷം ഒട്ടും ലാഭകരമാവാതെ വന്നൊരു പ്രോജക്റ്റാണ് F-35 ഡെവലപ്മെന്റ്. തീർച്ചയായും അത് ഷാബു പ്രസാദിനെ അറിയാം, അദ്ദേഹം അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നയാളാണ്. അപ്പോൾ അതിന്റെ പിന്നിൽ വലിയ അഴിമതി ആരോപണം അമേരിക്കയിലുണ്ട്. ഇപ്പോൾ അവർക്ക് അത് ആരുടെയെങ്കിലും ഒക്കെ തലയിൽ കെട്ടിവെക്കണം.
നമ്മൾ ഇന്ത്യ സർക്കാർ അതിൽ പോയി വീണ് കൊടുക്കരുത്. അതാണ് എനിക്കുറിച്ച് പറയാനുള്ളത്. ശരി ശരി, നമുക്ക് അതൊക്കെ വിശദമായി ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഏതായാലും നന്ദി ശ്രീ ഷാഹു പ്രസാദ്, ഒപ്പം ശ്രീ GV ഹരി, ശ്രീ ജോസഫ് ആന്റണി, ഒപ്പം ശ്രീ ഷൈബു മഠത്തിൽ ഈ ചർച്ചയുടെ ഭാഗ്യമായതിന്. നമുക്ക് നാളെ മറ്റൊരു വിഷയമായി എത്താം. നമസ്കാരം.